അപ്പോൾ ആ നാളും നാഴികയും നമുക്കറിഞ്ഞുകൂടാ, ഇല്ലേ? എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നാളും നാഴികയും ഒരു പെർട്ടിക്കുലർ ഡേറ്റ് പറയാനൊന്നും ആർക്കും ഇവിടെ അവകാശമില്ല. നമ്മുടെ ഇടയിൽ അങ്ങനെ ഡേറ്റൊക്കെ പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. യോയോ മതക്കാരെ അറിയാമോ? അറിയില്ല. യൂസ്തഫ് ജോസഫ് എന്ന ദൈവദാസനെ കേട്ടിട്ടുണ്ടോ? അതുമില്ല. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? അതുണ്ട്. കാന്താ താമസം എന്തഹോ എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? അതുണ്ട്. ആ പാട്ടൊക്കെ എഴുതിയ ആളുടെ പേരാണ് യൂസ്തഫ് ജോസഫ്. അദ്ദേഹത്തിനൊക്കെ പണ്ട് അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്നാണെന്നറിയാമോ? യേശു വരുന്നതെന്നും പറഞ്ഞൊരു നാളും നാഴികയും തീരുമാനിച്ചു. കൊട്ടാരക്കരയിൽ ആളുകൾ കാത്തിരുന്നു. അന്ന് ഭയങ്കര ഉണർവുണ്ടായി. കട്ടപ്പന ഉണർവ് പോലെയുള്ള ഉണർവൊന്നുമല്ല, ഭയങ്കര ഉണർവായിരുന്നു. എന്നാണെന്നറിയാമോ? മൂത്ത തേങ്ങയെല്ലാം വെട്ടി വിറ്റു, മൂക്കാത്ത കരിക്കെല്ലാം വെട്ടി തിന്നു. അയൽപ്പക്കത്തുകാരുടെ മിണ്ടുകയില്ലാത്തവർ വൃശ്ചിക്കപ്പ മൂക്കാത്തെല്ലാം പറിച്ച് പുഴുങ്ങി തിന്നു, അവർക്കും കൊടുത്തു. ചാളയും മത്തിയും മാത്രം തിന്നവർ നെയ്മീനൊക്കെ മേടിച്ച് തിന്നാൻ തുടങ്ങി. ബാങ്കിലിട്ടിരിക്കുന്ന പണമെല്ലാം വിഡ്രോ ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്ത് വരുന്ന പോലെ, മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന പോലെ 10 രൂപ സെല്ലേട്ടപ്പ് വെച്ച് ഒട്ടിച്ച ആളുകളൊക്കെ 500ഉം 1000ഉം ചെക്കൊക്കെ എഴുതിയിടാൻ തുടങ്ങി. എന്താ കാര്യം? ആര് വരാൻ പോകുന്നു? ഇന്നത്തെ സഭയുടെ ഈ ഉറക്കം കാണുമ്പം അങ്ങനത്തെ ഒരു നുണ പറഞ്ഞെങ്കിലോ എന്ന് എനിക്കും തോന്നാറുണ്ട്. പക്ഷെ നമുക്കങ്ങനെയൊന്നും പറയാനുള്ള ഒരു തൻ്റെ ഇടമില്ല, ശരിയുമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. എന്തായിരുന്നാലും കൊട്ടാരക്കരയിൽ ആളുകൾ കൂടിയിരുന്നു, യേശു വന്നില്ല. അന്ന് വരാതിരുന്നപ്പോൾ അദ്ദേഹം എഴുതിയ പാട്ടാണ്, ഇത്ര മനോഹരമായ പാട്ടാണ്. കാന്ത താമസം എന്തഹോ, വരുവാൻ യേശു കാന്ത താമസം എന്തഹോ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. പക്ഷേ അദ്ദേഹത്തോട് നേരം ഇവിടുത്തെ ആളുകൾ ചോദിച്ചു, യേശു വന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, വന്നല്ലോ. എപ്പോൾ? കഴിഞ്ഞ രാത്രിയിൽ. അപ്പോൾ ഞങ്ങൾ കണ്ടില്ലല്ലോ. നിങ്ങൾ വചനം പഠിക്കണം. അന്ത്യകാഹള നാദത്തെങ്കിൽ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ടെം നോ, ആറ്റമിനിടയിൽ വിഭജിക്കുവാനാകാത്ത സമയത്ത് യേശു വരുമെന്നാണ് വചനം. നിങ്ങൾ കഴിഞ്ഞ രാത്രി കണ്ണടച്ചായിരുന്നോ? എത്രയോ പ്രാവശ്യം അന്നേരം വന്നുപോയി. അപ്പോൾ സഭ ഇവിടെ ഉണ്ടല്ലോ, പോയച്ച് ഞങ്ങൾ വന്നു. അപ്പോൾ ഇവിടെ എന്തോ സഹസ്രാബ്ദ വാഴ്ച ആരംഭിച്ചു. അങ്ങനെ പറഞ്ഞാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഉപദേശിമാരെ ഒരു പരിധിവരെ വർത്തമാനം പറഞ്ഞ് തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ലല്ലോ. എന്തായിരുന്നാലും അങ്ങനെ അബദ്ധത്തിൽപ്പെട്ട ധാരാളം ആളുകളുണ്ട്. ഇതുവരെ ഞാൻ എഴുതിയ ഒരു ലഘുലേഖ 70 എതിർ ക്രിസ്തുക്കളുടെ പേരും മേലുവിലാസവും വെച്ച് എഴുതിയ ലഘുലേഖയാണ്. അതിൻ്റെ പേര് കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക എന്നാണ് ആ ലഘുലേഖ. ഇടുക്കിക്കാർ മനസ്സിലാക്കിയിരിക്കണം, ഇടുക്കിയിൽ നിന്ന് അന്തിക്രിസ്തു വരും എന്ന് ഈയിടെ ഒരാൾ പറഞ്ഞൊരു ലേഖനം ഉണ്ടായിരുന്നു. നിങ്ങളെങ്ങാനും വായിച്ചിരുന്നോ? പത്രത്തിൽ കുഞ്ചിക്കുറുപ്പും പൊന്നമ്മ സൂപ്രണ്ടും പാമ്പ് കടിച്ചത്തവരെ മാത്രം വായിച്ചുകൊണ്ടിരിക്കാതെ വല്ലപ്പോഴുമൊക്കെ ആത്മീയ മാസികകളൊക്കെ വായിക്കണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. ആ സംഖ്യ എത്രയാ? അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രയേ? 666. 3 6കൾ ചേരുമ്പോഴാണ് എത്രയാവുന്നത്? 666 ആകുന്നത്. 3 6 ചേർന്ന സ്ഥലമാണ് മൂന്നാർ. കേട്ടിട്ടുണ്ടോ? അപ്പം 3 6 ചേർന്ന സ്ഥലമാണ് മൂന്നാർ. ഈ മണ്ട ശിരോമണിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അറിവിൽ 3 6 ചേർന്ന സ്ഥലമാണ് ഞങ്ങളുടെ അടുത്തുള്ള മൂവാറ്റുപുഴ. അത് പുള്ളിയുടെ കണ്ണിൽ പെട്ടുമില്ല, ഇത് പുള്ളിയുടെ കണ്ണിൽ പെടുകയും ചെയ്തു. അപ്പോൾ പുള്ളിയുടെ നിഗമനത്തിൽ നമ്മുടെ അടുത്തുള്ള മൂന്നാറിൽ നിന്നാണ് ആര് വരുന്നത്? എതിർ ക്രിസ്തു വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാ ക്രിസ്തു അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്. ഇതാ ക്രിസ്തു ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ക്രിസ്തു തലയോലപ്പറമ്പിലോ തലശ്ശേരിയിലോ അല്ല പ്രത്യക്ഷനാകുന്നത്. പിന്നെ എവിടാ പ്രത്യക്ഷനാകുന്നത്? പോയതുപോലെ വീണ്ടും വരുമെന്ന. എവിടാ പോയത്? കാഴ്ചയ്ക്ക് മറഞ്ഞത് മേഘങ്ങളിലാണ്. അതുകൊണ്ട് വരുന്നതും മേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ടായിരിക്കും. ആകാശത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഭക്തന്മാർ അങ്കുലി പരിമിതമാണെങ്കിലും യാഥാർത്ഥ്യ ബോധത്തോടെ അവിടേക്ക് കണ്ണും നട്ടിരിക്കുന്നവർ ഈ യോഗത്തിൽ ഉണ്ട് എന്ന് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അബദ്ധങ്ങൾ ചെന്ന് പെട്ടുപോയേക്കരുത്. നാളും നാഴികയും പറയാൻ ഒരുത്തരും ദൈവം ചെയ്തിട്ടില്ല, അനുവാദം കൊടുത്തിട്ടില്ല. യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ പിതാവായ ദൈവമല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ലെന്ന് പറഞ്ഞ് തന്നെ മനുഷ്യത്വത്തിൽ അറിയുന്നില്ല, ദൈവത്വത്തിൽ അറിയുന്നുണ്ട്. ഇനി അറിഞ്ഞാൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നാളും നാഴികയും എന്നാണ് ആ വാക്ക്. പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വന്തം ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവുന്നവർ ഒന്ന് കൈപൊക്കിക്ക്. കുറച്ച് പേരുണ്ട്, കുറച്ച് പേർക്ക് അതുപോലും അറിയില്ല. എന്നാലും ഇവിടെ യോഗം നടക്കുന്നുണ്ട് എന്നറിഞ്ഞോ വന്നല്ലോ, നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. ഈ ഡേറ്റ് ഓർത്തിരുന്നല്ലോ. ഇനി കൈപൊക്കിയവരോടാണ് പിന്നെ പറയുന്നത്, അത്
ഏത് മാസമാണെന്ന് നിങ്ങൾക്കറിയാം, അത് ഡേറ്റും അറിയാം, അത് ഏത് ദിവസം, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഇത് ഏത് ദിവസമാണെന്ന് അറിയാവുന്നൊരു കൈ നോക്കിക്ക്. ആണ്ട് കുറച്ച് പേരുണ്ട്, ഇവർ വിടാനുള്ള ഭാവമില്ല. ഇനി അടുത്തത്, അത് ഏത് നാഴികയാണെന്നറിയാവുന്നൊരു കൈ നോക്കിക്ക്. പിടിവിട്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഏത് വിനാഴികയാണെന്നറിയാവുന്നൊരു കൈ നോക്കിക്ക്. പക്ഷേ ശവത്തെ കുത്തല്ലേ ഇല്ലേ? ആർക്കായി ജനിച്ച ദിവസത്തെ നാഴിക വിനാഴികയൊക്കെ അറിയാവുന്നത്? പണ്ടത്തെ ആളുകൾക്ക് ഒട്ടും അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, ഞാൻ എപ്പോഴാണ് ജനിച്ചത്? അമ്മ പറഞ്ഞു, പടിഞ്ഞാറ് വശത്തെ ഇല്ലി പൂത്തപ്പോഴാണ് നീ ജനിച്ചത്. അപ്പോൾ കുംഭത്തിലും മീനത്തിലും മേടത്തിലും ഇടവത്തിലൊക്കെ പറഞ്ഞാണ് അവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് നാളും നാഴിക മനസ്സിലായോ? അതായത് യേശുക്രിസ്തു പറഞ്ഞു, ഇന്ന് ആകാശം ചുവന്ന് കണ്ടാൽ, ഇന്ന് ആകാശത്തിൽ മഴക്കോൾ കണ്ടാൽ മഴയുണ്ടാകുമെന്നും തെളിവുണ്ടാകുമെന്നും നിങ്ങൾക്ക് പറയാനറിയാമെങ്കിൽ എന്തുകൊണ്ട് കാലത്തിൻ്റെ ലക്ഷണങ്ങളെ വിവേചിക്കുവാൻ കഴിയത്തില്ല? ഒരു പെർട്ടിക്കുലർ ഡേറ്റ് പറയാൻ നമുക്ക് പറ്റത്തില്ലെങ്കിലും ആ കാലച്ചയുടെ കാഹളനാദം അടുത്തിരിക്കുന്നു എന്ന കാലത്തിൻ്റെ വിവേചനം നടത്താൻ ശരിയായ ദൈവമക്കൾക്ക് സാധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകുക. അതുകൊണ്ട് ഈ കാലങ്ങളിലൊന്നിൽ കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങും. അതിലേക്കാണ് നമ്മൾ വരുന്നത്. നാളും നാഴിക നമ്മൾ പറയുന്നില്ല, പക്ഷേ ഈ കാലങ്ങളിലൊന്നിൽ കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമ്പർ 1, ഒന്നാമത്തെ നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? 4 പ്രത്യേകതകൾ എണ്ണിപ്പറഞ്ഞ് പ്രസംഗത്തിന് കുത്തിടും. ഒന്നാമത്തെ പ്രത്യേകത അവിടെയുണ്ട്. 37-ാമത്തെ വാക്യത്തിന് ശേഷമുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന പദങ്ങൾ എങ്ങനെയാണ്? തിന്നും കുടിച്ചും പോരുന്ന കാലമായിരുന്നു നോഹയുടെ കാലഘട്ടം. നമ്പർ 2, രണ്ടാമത്തേത്, ഇഷ്ടമുള്ളവരെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന കാലമായിരുന്നു രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത, സുവിശേഷ പ്രസംഗത്തിന് മീൻസ് നോഹയുടെ പ്രസംഗത്തിന് ഒരു മനുഷ്യൻ അർഹിക്കുന്ന ഗൗരവം കൊടുത്തില്ല. സുവിശേഷത്തെ തള്ളിക്കളഞ്ഞ ഒരു കാലമായിരുന്നു, പരിഗണിക്കാത്ത കാലമായിരുന്നു നോഹയുടെ കാലം. നാലാമത്തെ പ്രത്യേകത, ഒറ്റ മനുഷ്യനും നോഹയുടെ കുടുംബം ഒഴികെ വേറെ ഒറ്റോരുത്തരും പെട്ടകത്തിൽ കയറിയില്ലെങ്കിലും നോഹ പ്രസംഗിച്ചത് സംഭവിച്ചു. പെട്ടകം അരരാത്തിൻ്റെ മുകളിലെത്തി. ഈ 4 കാര്യങ്ങൾ അതിവേഗത്തിൽ പറഞ്ഞ് ഞാൻ പാടിയ പാട്ടും പാടി നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. വേഗത്തിൽ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. നോഹയുടെ കാലഘട്ടത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? തിന്നുകുടിച്ചു പോരുന്ന കാലം. മത്തായി, മർക്കോസ്, ലൂക്കോസ് വേദഭാഗങ്ങൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഒരു പദവും കൂടെ ചേർത്ത് പഠിക്കാം. വിറ്റും നട്ടും തിന്നും കുടിച്ചും പോരുന്ന കാലമായിരുന്നു അത്. ആ പദം നല്ലതാണ്. സത്യത്തിൽ ആദ്യം വിറ്റ് എന്നല്ല വരേണ്ടത്, നട്ടും വിറ്റും. അതാണ് പണ്ടൊക്കെ നമ്മളങ്ങനെ ചെയ്യുന്നത്. കാർന്നമാരൊക്കെ നട്ടേച്ചല്ലേ വിൽക്കുന്നേ. പക്ഷേ കാർന്നമാരെ ഉദ്ദേശിച്ചല്ല ഈ പറഞ്ഞത്, ഇന്നത്തെ തലമുറ ഉദ്ദേശിച്ചാൽ പറഞ്ഞത്. അവർ നടുകയല്ല, മറിച്ച് നട്ടതെല്ലാം വിൽക്കും. അതുകൊണ്ടാണ് ഈ വിറ്റും നട്ടും എന്ന് പറയാനുള്ള കാരണം. നിങ്ങൾക്കറിയാമല്ല കാര്യങ്ങളൊക്കെ. കട്ടപ്പനയിൽ 1 ഏക്കർ വസ്തുവുള്ള എത്ര പേരുണ്ട്? പലരും കാണും. 2 ഏക്കറുള്ളവർ പലരും കാണും. അവരൊന്നും ഇതാർക്കും കൊടുത്തിട്ടില്ലെന്നേ. അതൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണെന്നറിയാമല്ലോ, പിള്ളേർക്കാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്ന് ചത്തോ ഒരു 5 കൊല്ലത്തിനകം, 5 കൊല്ലമൊന്നും പോകുന്നു വിചാരിക്കേണ്ട, അടിയന്തരം കഴിഞ്ഞിട്ട് അതെല്ലാം വിൽക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ മരിച്ച് അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ഇരിക്കുമ്പം ചുമ്മാ ഇരിക്കുകയല്ലേ, ഒരു ദിവസം പറയണം, ഞാൻ കട്ടപ്പന വരെ ഒന്ന് പോയിട്ട് വരാം. എൻ്റെ 2 ഏക്കർ അവിടെ കുരുമുളകുണ്ടോ, ഏലമുണ്ടോ, കാപ്പിയുണ്ടോ, ഈ പിള്ളേർ എന്നാ ചെയ്യുന്നു ഒന്ന് നോക്കിച്ച് വരാം. അബ്രഹാം പറഞ്ഞു, വൈകുന്നേരത്തിന് മുമ്പ് എത്തണേ എന്ന് പറഞ്ഞു വിട്ടു എന്നിരിക്കട്ടെ. വെറുതെ ഒരു ഭാവന. അങ്ങനെ നിങ്ങൾ വെള്ളയാങ്കുടിയിൽ വരുന്നു, കമ്പിളികണ്ടത്ത് വരുന്നു, കട്ടപ്പനയിൽ വരുന്നു. അവിടെ വന്നപ്പോൾ നിങ്ങളുടെ സ്ഥലം കാണാനില്ല. പകരം ഒരു 5-6 ഫ്ലാറ്റ് അവിടെയുണ്ട്. തപ്പി നടന്നപ്പോൾ ആണ്ട് വീട്ടുപേര് എഴുതി വെച്ചിരിക്കുന്നു, പാറയ്ക്കൽ. എന്നെ തന്നെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പം മനസ്സിലായി ഇതെൻ്റെ വീടാന്ന് മനസ്സിലായി. പിന്നെ മകൻ്റെ പേരൊക്കെ ചേർത്ത് വന്നപ്പോൾ നമ്മൾ ഈ അപ്പൻ്റെ പേരൊക്കെ ചേർത്ത് പേരിടുമല്ലോ. മനസ്സിലായി എൻ്റെ വീടിരുന്ന സ്ഥലത്ത് അടിപൊളി ഒരു ഫ്ലാറ്റുണ്ട്, അപ്പുറത്തൊക്കെ കുറേ വീടുകളുമുണ്ട്. കോളിംഗ് ബെല്ലിൽ വിരലമർത്തി ഒരു കൊച്ചൻ മുന്നോട്ട് വന്നു. അവൻ ചോദിച്ചു, ആരാ? നമ്മൾ ചോദിച്ചു, നീ ആരാ? ആരാ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞു, ഞാൻ നിൻ്റെ അപ്പൻ്റെ 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 അപ്പനാണ്. സത്യമല്ലേ പറഞ്ഞത്? അതെ. അവൻ അകത്തിയെന്ന് വെച്ച് പറഞ്ഞു, അമ്മേ ഒരു പ്രാന്തം വന്നിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ കൊടുത്തു വിടാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ കൊണ്ടു കിടക്കുന്ന സാധനമൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ക്രയവിക്രയം ചെയ്യാമെന്നുള്ളതല്ലാതെ
മരണത്തിന് മുൻപും ജീവിക്കുന്നതിന് മുൻപും മരണശേഷവും ഇതെല്ലാം കൈമാറിപ്പോകുന്ന സംഗതികളാണ്. അതുകൊണ്ട് ഞാനെപ്പോഴും പറയും, ഇതൊക്കെ ആവശ്യമില്ലാതെ അങ്ങനെ വെച്ചു കൂട്ടിക്കൊണ്ട് നടക്കരുതെന്ന്. എൻ്റെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർക്ക് സുഖമായിരിക്കുന്നോ? ഞാൻ പറഞ്ഞു, സുഖമായിരിക്കുന്നു, ചേട്ടന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പുള്ളി ഇങ്ങനെ കള്ളും കുടിച്ചൊക്കെ നടക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാമായിരുന്നു. എന്നെ കൂടെ പഠിച്ച ആളല്ലേ, നല്ല മിടുക്കനായിരുന്നു. ഞാൻ പറഞ്ഞു, കള്ളുകൂടിയൊന്നും മാറിയില്ലേ? ഒന്നും പറയണ്ട പാസ്റ്റേ. എവിടെയാണ് ഇപ്പോൾ അവൻ? ദുബായ് ഫെസ്റ്റിവൽ കാണാൻ പോയിരിക്കുകയാണ്. നന്നായല്ലോ, കാരണം ഞാനിതുവരെ ദുബായ് ഫെസ്റ്റിവൽ കാണാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ദുബായ് പോയിട്ടുണ്ടല്ലോ, ഫെസ്റ്റിവൽ കാണാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, നന്നായല്ലോ, ഇപ്പോൾ കള്ളുകൂടിയൊക്കെ മാറിയോ? നെഞ്ചത്തെ കൈവച്ചും ഈ പുള്ളിക്കാരത്തി പറയും, എൻ്റെ സാറേ, ആ 10 സെൻറ്റ് കണ്ട റോഡ് സൈഡിൽ കണ്ടു, 2 നില നിങ്ങളുടെയാണോ? അല്ല, ചേട്ടൻ ആ 10 സെൻറ്റ് കൊടുത്തു, അവിടെ വാങ്ങിയവരെ വീട് വെച്ചിരിക്കുന്നത്. ആ 10 സെൻറ്റ് വിറ്റ പൈസ കൊണ്ടാണ് ദുബായ് ഫെസ്റ്റിവൽ കാണാൻ പോയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? നമ്മൾ ആർക്കും കൊടുക്കാതെ ചുരുട്ടിക്കുട്ടിക്കൊള്ളുന്ന സംഗതികളൊക്കെ നിസാര സമയം കൊണ്ട് പോകൂന്നേ. എന്താ കാര്യം എന്നറിയാമോ? തിന്നാനും കുടിക്കാനുമുള്ള ഒരു തലമുറയാണ് ഇപ്പോഴത്തെ തലമുറ, അല്ലാതെ നടാനും പറിക്കാനുമുള്ള തലമുറയല്ലെന്നാണ് ഈ പറഞ്ഞത്. ഇതൊക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയല്ലേ വാസ്തവത്തിൽ? ഇത് വലിയ കുഴപ്പമുണ്ട് പാസ്റ്റേ, വലിയ കുഴപ്പമുണ്ട്. ഈ ഇട ഞങ്ങൾ നടത്തിയ യുവജന ക്യാമ്പിൽ ഉയർന്നു വന്ന ഒരു ദീനരോധനം ഉണ്ടായിരുന്നു. പെന്തക്കോസ്തുകാരുടെ പാപം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് ഫുഡ് ആണെന്നാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ് ഇപ്പോഴത്തെ പെന്തക്കോസ്തുകാരുടെ പാപം എന്നാണ് ഒരാൾ പറഞ്ഞത്. ഞാനിങ്ങനെ കൂലങ്കഷമായി ചിന്തിച്ച് നോക്കിയപ്പോൾ ഒരു പരിധിവരെ ശരിയാണെന്ന് എനിക്കും തോന്നി. കാരണം ഈ നോഗയുടെ കാലഘട്ടത്തിൽ മഴ വന്ന കാര്യം അവരറിയാതെ പോയത് ശാപ്പാടിൻ്റെ ആധിക്യം കൊണ്ടാണ് അവരറിയാതെ പോയത്. നമ്മുടെ ഈ ആത്മീയ യോഗങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? 21 ദിവസം ഉപവാസം വെച്ചാൽ ആദ്യത്തെ 7 ദിവസം ആരുമില്ല. ഉപവാസം പ്രഖ്യാപിച്ച് പോയല്ലോ എന്ന് കരുതി പാസ്റ്ററും ഭാര്യയും ഇരിക്കും, ചിലപ്പോൾ വൈകിട്ട് കഞ്ഞിയും കുടിക്കും. രണ്ടാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും ഒരു 50% ആൾക്കാർ വരും. പിന്നെ ഏതാണ്ട് ഒരു 70, 80, 90% ആളുകൾ വരുന്ന അവസാനത്തെ 3 ദിവസമാണ്. അത് 3 ദിവസം എന്നാണ് പേര്, പക്ഷേ 2.5 ദിവസമേ ഉള്ളൂ. പിന്നെ ഞായറാഴ്ചയാണ് സമാപന കൊടിയിറക്കം. അന്ന് ഫുൾ റേഞ്ചാണ്, ഫുൾ കോറന്തകയും. ഭയങ്കര ആളാണ്, ഭയങ്കര ആത്മനെന്നറിയാമോ? അന്ന് കഞ്ഞിയും പയറും ഉണ്ട് ഉച്ചയ്ക്കത. അപ്പോൾ ഈ 21 ഇരുന്നാക്ക് കഞ്ഞിയും പയർ ഇറങ്ങുകയില്ല, ആരുമില്ലാത്തതുകൊണ്ട് ഒച്ചപ്പാടും പാട്ടും പ്രാർത്ഥനയും. 2.5 ദിവസം ഇരുന്നവൻ 2.5 കിലോ അരിയുടെ കഞ്ഞിയും കുടിക്കും. വാഴക്കൊമ്പും ഏത്തക്കായുടെ വെട്ടിക്കണ്ടിച്ച് തിന്നും. 50 പൈസയുടെ നാരങ്ങാച്ചാറൊക്കെ കടിച്ച് ഊർത്തിയായിടുന്നത്. ഇവൻ സത്യത്തിൽ ഉപവസിക്കാതിരുന്നാൽ മതിയായിരുന്നു നമുക്ക് തോന്നിപ്പോകും. എന്തിനോടാണ് ആൾക്ക് താല്പര്യം എന്ന് മനസ്സിലായോ? ശാപ്പാടിനോടാണ് താല്പര്യം ആളുകൾക്ക്. ആത്മീക ആഹാരമുണ്ട്, ഭൗതിക ആഹാരമുണ്ട്. നമുക്ക് ഏതിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ്? ഭൗതിക ആഹാരത്തോടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതാ ഈ കട്ടപ്പന നിങ്ങൾ ഇറങ്ങിയത്, ഞാനൊക്കെ രാത്രിയിലെ യാത്രക്കാരാണ്. 2 മണിക്കും 3 മണിക്കും 4 മണിക്കൊക്കെ നിലമ്പൂരുകാരൊക്കെ പ്രൊഡക്റ്റ് ചെയ്തതായിരിക്കാം കുഴിമന്തി, ഇല്ലേ? കുഴിമാന്തി എന്നൊക്കെയാണ് ചെല്ല് പറയുന്നത്. ഈ സാധനമൊക്കെ ഈ സമയത്തൊക്കെ അടിക്കുന്ന പിള്ളേരെ നിങ്ങൾ കാണണം കേട്ടോ. പണ്ടൊക്കെ സന്ധ്യാസമയത്ത് കഞ്ഞി കുടിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാണ്. പണ്ടത്തെ കാലം എന്നാ നിങ്ങൾക്കറിയാമല്ലോ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് നിങ്ങൾ ശരീരത്തിനായിക്കൊണ്ടും ജീവനായിക്കൊണ്ടും വിചാരപ്പെടുന്നത് എന്ത്? ശരിയാണ്. ഞാനൊക്കെ പണ്ട് കാലത്ത് ഒരു പാവപ്പെട്ട വീട്ടിലാണ് ജനിച്ചത്. പാറപ്പുറത്തൊരു വീട്. അതുകൊണ്ടല്ല പാറയ്ക്കൽ എന്ന് പേര് വന്നത്, അതിന് മുമ്പേ ഇട്ട പേരാ. അതൊരു പുറംപോക്ക് വസ്തുവാണ് കേട്ടോ. ഊരാളിച്ചേമ്പെന്ന് പറയുന്ന, കൊന്തവാഴ എന്നൊക്കെ പറയുന്ന, പല നാട്ടിലും കൂവച്ചേമ്പെന്നൊക്കെ പറയുന്ന ആ സാധനമൊക്കെ തിന്നാ ഞാനൊക്കെ ചെറുപ്പത്തിൽ വളർന്നു വന്നത്. സമഗ്ര ശിശു മാതൃ സംരക്ഷണ കേന്ദ്രത്തിൽ ഉപ്പുമാവും കുറുക്കൊക്കെ തിന്നാണ് വളർന്നു വന്നത്. 4 മണി വിട്ടാൽ ഫുട്ബോൾ കോർട്ടിലേക്ക് ഇറങ്ങത്തുള്ളൂ, വീട്ടിൽ പോകത്തില്ല, കാരണം അവിടെയെങ്കിലും ഒന്നും തിന്നാനില്ലെന്നേ. അപ്പം അന്ന് ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ്, എന്ത് തിന്നും? അഥവാ തിന്നാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ല കപ്പയും ഒക്കെ അല്ലാതെ അതിനപ്പുറത്തോട്ട് കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കപ്പ ഒരു കാലത്ത് നമ്മുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ആഹാരമായിരുന്നല്ലോ. കപ്പയും പെന്തക്കോസ്തുകാരും തമ്മിൽ അഭേദ്യമായൊരു ബന്ധവുമുണ്ട്. കപ്പയും കഞ്ഞിയും തീർക്കുവാൻ ഒത്തിരി പേരെ ചേർക്കുവാൻ എന്നൊക്കെ പണ്ട് പാട്ടുണ്ടായിരുന്നു. ഇത്ര വലിപ്പമുള്ള കിഴങ്ങിനെ ഈ കലത്തിൽ പുഴുങ്ങാൻ പാത്രങ്ങൾ ഒന്നുമില്ല, നിൻ്റെ കപ്പ എത്ര വലിപ്പമഹോ എന്നൊക്കെ വന്ദനമേശ്വര പാട്ട് ട്യൂണിലൊക്കെ പാട്ടുപാടി പെന്തക്കോസ്തുകാരെ കളിയാക്കിയ കാലം ഉണ്ടായിരുന്നു. കപ്പ മൂക്കുവോളം യോഗം കൂടണം, കപ്പ വേവുവോളം പ്രസംഗം നീട്ടണം. ഇതൊക്കെ പെന്തക്കോസ്തിൻ്റെ തനതായ നിർവചനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വൃശ്ചികക്കപ്പ മൂക്കുന്നൊരു കുടുംബയോഗമാണ്.
അന്ന് ഈ പിസ്സായൊന്നും ഇല്ലെന്നേ. കപ്പയാണ് എപ്പോൾ നോക്കിയാലും കപ്പയും കട്ടൻ മുളകും കട്ടൻ കാപ്പിയുമാണ് അന്ന് യോഗത്തിന് കൊടുക്കുന്നത്. അടുക്കള വശത്താണ് വീട്ടുകാരിയ്ക്കുന്നത്. അപ്പോൾ ദൈവദാസൻ പ്രസംഗം തീർക്കാൻ നേരത്ത് ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കുന്ന പറഞ്ഞതിന് മുമ്പേ അമ്മച്ചി അവിടെ നിന്ന് പറയും, സ്തോത്രമല്ലേലു എന്ന് പറഞ്ഞാൽ കപ്പ വെന്തിട്ടില്ല, മുന്നോട്ട് പോട്ടെ എന്നാണ്. അപ്പോൾ ദൈവദാസൻ പറയും, അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ ദൈവാത്മാവ് ചില ചിന്തകൾ കൂടെ എനിക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഭാഗത്തോട്ട് കിടക്കും. അങ്ങനെ ഈ കപ്പയെ ആളുകൾ കളിയാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാനൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല. നിങ്ങൾ ഇന്ത്യക്കും പാസ്റ്ററെ റൈബൻഡിൻ്റെ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, റൈബാൻഡിൻ്റെ കണ്ണടയാണ് വെച്ചിരിക്കുന്നത്, ലിവിങ്ങിൻ്റെ പാറ്റം ഡെക്മാർക്കിൻ്റെ ഷൂവുമൊക്കെ ഇട്ട് വന്നിരിക്കുന്ന ഞങ്ങളോട് 1999 ചുരിദാറുമൊക്കെ വന്ന് ഞങ്ങളോട് കാര്യം പണ്ടത്തെ കപ്പയൊക്കെ തിന്നെങ്കിൽ അതൊക്കെ പറയാതെ നാണം കെടുത്താതെ എന്നൊക്കെ പറയുന്ന ആളുകൾ കണ്ടേക്കാം. ഞാൻ പറയുന്നില്ലെന്ന് വിചാരിച്ചതാണ്. ചില ആളുടെ മുഖം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പണ്ട് സ്വന്തം പറമ്പിൽ കപ്പ ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ വിശന്ന് പറഞ്ഞപ്പോൾ അടുത്തുള്ള പറമ്പിൽ മൂക്കാത്ത കപ്പ പതുങ്ങിയിരുന്ന് മാന്തി പറിച്ചപ്പോൾ അവൻ പന്നിക്കിട്ട് വെച്ച വെടി കൊണ്ടവർ വരെ എവിടെ ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. ഉണ്ട അവിടെ ഇരുന്നോട്ടെ, പക്ഷേ വന്ന കാലങ്ങൾ മറക്കാത്തവർ ആ കപ്പയെ ഉയർത്തിയതിനേക്കാൾ അപ്പുറത്ത് നമ്മെ ഉയർത്തിയെന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്തോത്രം. കപ്പ ഇപ്പോൾ 5 സ്റ്റാർ പാർട്ടിയാണ്. ബ്രസീലിലാണ് പുള്ളി ജനിച്ചത്. പക്ഷേ മഞ്ഞ കളറിട്ടപ്പോൾ മഞ്ഞയോട് ആകർഷ അവർക്കുള്ളത് കൊണ്ട് ആൾ 5 സ്റ്റാറെ കയറിയെന്നേ, പണക്കാരുടെ ആഹാരമാണെന്നേ. കപ്പ 5 സ്റ്റാറെ കയറിയെങ്കിൽ അത് തിന്നിട്ടും കർത്താവിൻ്റെ കലപ്പയിൽ നിന്ന് കൈയെടുക്കാത്തവൻ എവിടെ കയറുമെന്നറിയാമോ? 5 സ്റ്റാർ അല്ല, 6 9 ഒന്നാമത്തെ നക്ഷത്രത്തിലുമല്ല, അവസാന നക്ഷത്രവും കിടന്ന് 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടുന്ന മാർഗം ഊഹിക്കാൻ പോലും പറ്റില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പം എന്ത് തിന്നുമെന്ന് ഒരു കാലത്ത് ചോദിച്ചു. ഇപ്പോഴങ്ങനൊന്നും അല്ല കേട്ടോ. കൊട്ടാരക്കര കരിക്കത്തൊരു കൺവെൻഷൻ കഴിഞ്ഞു. പ്രഭാത ഭക്ഷണം മേശപ്പുറത്ത് വന്നു, 17 ഐറ്റംസ്. ആൻറ്റി പറയുന്നു എല്ലാം തിന്നിട്ടേ പാസ്റ്റ് എഴുന്നേക്കാവൂന്ന്. ഞാൻ ചോദിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ആണോ ബ്രേക്ക് ഡാൻസ് ആണോ? എല്ലാം കൂടെ തിന്നണമെങ്കിൽ എല്ലാം കൂടെ കഴിക്കണ്ടായോ? അന്നാണ് ഞാൻ മനസ്സിൽ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഫോം ചെയ്തത്. കർത്താവേ, ചെറുപ്പകാലത്ത് ചോദിച്ചു എന്ത് തിന്നും, ഇപ്പം ചോദിക്കുന്നു ഏത് തിന്നും. ശരിയല്ലേ? അപ്പന് പുട്ടും കടലയും, അമ്മയ്ക്ക് പഴങ്കഞ്ഞി, പിള്ളേർക്ക് നൂഡിൽസ്, വീട്ടുകാരിക്ക് ഇന്നലത്തെ കഞ്ഞി വളിച്ചതും. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ പ്രഭാതത്തിൽ 3-4 ഭക്ഷണമല്ലേ? അപ്പം എന്ത് തിന്നുമെന്ന് ചോദിച്ച സ്ഥാനത്ത് ഇപ്പം എന്തോ ചിന്തിക്കുന്നു, ഏത് തിന്നും. ഏത് തിന്നും എന്ന് ഞാൻ പറഞ്ഞിട്ടും ചില ചിരിക്കാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ചിന്തിക്കുന്നത്? എങ്ങനെ തിന്നും എന്നോർത്തിട്ടാണ്. എന്താ ഈ എങ്ങനെ തിന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു തലകറക്കം. നേരെ ആശുപത്രി കൊണ്ടുപോയി. സൈക്കിൾ പമ്പിനെ കാറ്റടിക്കുന്ന പോലെ ഏതാണ്ട് ചുറ്റിക്കെട്ടിട്ട് പീച്ചു പറഞ്ഞു. എവിടെ നോക്കിയിരിക്കുകയായിരുന്നു? 360. ഇല്ല മോളെ, അടുത്ത ഇടവത്തിൽ എനിക്ക് 59 ആവത്തുള്ളൂ. വയസ്സല്ല പറഞ്ഞത്, പ്രഷറും ഷുഗറുമൊക്കെ കയറിപ്പോയ കാര്യമാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് മലയെപ്പോലെ ആ മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു, മനതാരിൽ ആശകൾ പോലതിൽ ഓരോരോ മരതകക്കൂമ്പ് പൊടിച്ചു വന്നു. ചില നോക്കുന്നു അത് സദൃശവാക്യമാണോ സങ്കീർത്തനമാണോ? രണ്ടുമല്ല, ചെങ്ങമ്മയുടെ വാഴക്കൊലയാണ്. അപ്പോൾ രാസവളം ഒന്നും ഇടാതെ ജൈവവളം മാത്രം ഇട്ട് ഒരപ്പച്ചൻ വാഴക്കൊല ഇങ്ങനെ ശരിയാക്കി വന്ന് ചാക്കിനകത്ത് വെട്ടിവെച്ചിട്ട് പറഞ്ഞു, ആദ്യത്തെ പഴം ഞാൻ തിന്നും. കാരണം ഏതും തോട്ടം മുതൽ ഇന്ന് വരെ ആദ്യത്തെ തീറ്റ പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് ഒരു മാറ്റം വരണം. ഉദ്ഘാടനം അപ്പച്ചതിൻ്റെ പക്ഷെ തിന്നാൻ നിർവാഹമില്ല, ഷുഗറും പ്രഷറൊക്കെ പിടിച്ച് കിടക്കുകയല്ലേ. അപ്പം പണ്ടത്തെ കാലത്തെക്കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ തലമുറകൾക്ക് കപ്പയും ചേമ്പും ചേനയും ചെറുകിഴങ്ങും വല്ല പരിചയമുണ്ടോ? ഒന്നുമില്ല. അൽഫാമും കുഴിമന്തിയും ചിക്കൻ 65 എന്നാന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഈ 65 എന്നാന്ന് ഞാൻ ചോദിച്ചു. കോഴീനെ 65 കഷ്ണമാക്കുന്നത് കൊണ്ടാണോ 65? അല്ല. നാളെ എന്നപ്പെട്ട ഒരുത്തം പറഞ്ഞു, സാർ ചിക്കൻ്റെ പല ഞാൻ പറഞ്ഞു എന്തുണ്ട്? ചിക്കൻ പൊട്ടിത്തെറിച്ചത്. ഞാൻ പറഞ്ഞു ഒരു പ്ലേറ്റ് പോരട്ടെ, കാരണം ഇത് തിന്നിട്ടില്ലല്ലോ. എന്നപ്പോഴെന്താണ്, നമ്മുടെ തനി നാടൻ മുളകും ഇടുക്കിയുടെ കുരുമുളകും ജമ്മു കാശ്മീരിൻ്റെ കാശ്മീരി മുളകും എല്ലാം കൂടെ ചേർത്തിട്ടേക്കുക. ഭയങ്കര. ഞാൻ പറഞ്ഞു മിക്കവാറും ഇത് നേരം വിളക്കുമ്പം പൊട്ടിത്തെറിക്കാനുള്ള സകല സാധ്യതകളുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ പിറകെ നമ്മൾ പോവുകയാണെന്നേ. 1 കിലോ അരിയുടെ വില അറിയാൻ പാടില്ലാത്ത നമ്മുടെ പിള്ളേർ, ഒരു സ്ട്രോബെറി ഷേക്ക് മാത്രം കുടിക്കുന്ന പിള്ളേർ, ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം കേട്ടോ. ഹോട്ടലിലൊക്കെ കയറിയിട്ട് 1200 രൂപ കേട്ടോ, കൂട്ടുകാരുടെ കൂടെ ഇരുന്നിട്ടേ
2300 രൂപയുടെ ബില്ല് മാറാൻ ഒരു സങ്കടവും നമ്മുടെ തലമുറയ്ക്കില്ല. ചോദ്യം, നീ 2000 രൂപ സ്വോത്രക്കാഴ്ച പാത്രത്തിൽ ഇട്ടിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട്? ഇല്ല. ഈ 2000 നോട്ട് തന്നെ വന്നെങ്ങനെ നിനക്കറിയാമല്ലോ. കർത്താവേ, നീ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു, ഞാൻ നിനക്ക് വേണ്ടി വലിയത് ചെയ്യും. ഈ പ്രാർത്ഥന കേട്ടോണ്ടാണ് 2000 നോട്ട് വന്നത്. പക്ഷേ 2000 നോട്ട് വന്നിട്ടും ഇന്ന് വരെ ആരും എന്ത് ചെയ്തിട്ടില്ല. 2000 നോട്ട് കയ്യിൽ വന്നവർ ചുമ്മാ ഒരു സ്വോത്രം പറ, ആരും കണ്ടിട്ട് പോലുമില്ല. എന്തോ പിന്നോക്ക പ്രദേശം നോക്കണേ. അപ്പോൾ 2000 കണ്ടവരുണ്ട്. അത് എവിടെയൊക്കെ കൊടുത്തെന്നറിയാമോ? ജോയാലി കാശ് കൊടുത്തിട്ടുണ്ട്, മത്തി വിൽക്കുന്ന കടയിൽ കൊടുത്തിട്ടുണ്ട്, നാരായണൻ ചേട്ടന് കൊടുത്തിട്ടുണ്ട്, ഈ കട്ടപ്പുറയിലെ മുഴുവൻ ആളും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ ഇടാത്തൊരു സ്ഥലം സ്വോത്രക്കാഴ്ച പാത്രമാണെന്ന് മിക്കവാറും പേർക്കറിയാം. വലുത് തന്നാലും നിങ്ങൾ ഇടുകയില്ല എന്ന് കണ്ടപ്പം ആ 2000 ദൈവം പിൻവലിച്ചു. ആ പുള്ളിപ്പിടില്ല. ആ കൂടെ അന്തസ്സുള്ള 1000 കൂടെ പോയി. ആണ്ട ഇപ്പം 500 മാത്രമാണ് ഇട്ട കളി. ഇപ്പം 500 ഇട്ടാൽ ഏറ്റവും വലിയ നോട്ട് അതാണല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ സാരമൊക്കെ ഇതാണ് പ്രിയപ്പെട്ടവരെ. ഈ ടിപ്പ് പോലും കൊടുക്കാൻ കേട്ടോ, ഹോട്ടലിൽ 2000 ബില്ല് വരുമ്പം ടിപ്പ് കൊടുക്കാൻ 100 രൂപ കൊടുക്കുന്ന പിള്ളേർ സ്തോത്രക്കാഴ്ച 100 രൂപ ഇടുന്നില്ല എന്ന് പറയുമ്പോൾ ഏതിനോടാണ് നിങ്ങളുടെ താല്പര്യമെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. കട്ടൻ കാപ്പിക്കുമൊക്കെ ഉണ്ടായിരുന്ന കുടുംബയോഗങ്ങൾ ഇന്ന് പിസ്സാക്കും മറ്റുമൊക്കെ ബിരിയാണിക്കൊക്കെ വഴിമാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഭക്ഷണം വേണ്ട എന്ന് ഞാൻ പറയില്ല, പക്ഷേ വേദപുസ്തകത്തിൻ്റെ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. അമിത ഭക്ഷണം, പെരുവയറന്മാർ, ക്രേത്തക്കാർ, വയറിന് വേണ്ടിയുള്ള എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെ വേദപുസ്തകത്തിനകത്തുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഭക്ഷണമെല്ലാം കൂടെ കഴിച്ച് മാരക രോഗങ്ങൾ വരുത്തി വെച്ച് നമ്മൾ ജീവിക്കരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും അത്രേ എന്ന് തിരുവെടുത്ത് പറയുന്നു. വിഷമിക്കേണ്ട, ഭക്ഷണം ഇല്ല എന്നല്ല, ഭക്ഷണം അല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെയും ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞോട്ടെ. അതുകൊണ്ട് ഫുഡ് എന്ന് പറയുന്നൊരു പാപമായിട്ട് വരാനുള്ള സകല സാധ്യതകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇനി ആശയത്തിലേക്ക് വരാം. 2 തരം ഭക്ഷണമാണുള്ളത് പറഞ്ഞില്ല. ഒന്ന് ഭൗതികമായ ആഹാരം. അതിനോടാണ് എല്ലാവർക്കും ആക്രാന്തവും വിശപ്പും. അതാണ്ട് 6 മാസം മുൻപ് ഒരു കോളേജ് പ്രൊഫസർ ചോദിച്ചു, ഇവിടെ കേരളത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വിശപ്പുള്ളവർ, വിഷമിക്കുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളുണ്ടോ? പിള്ളേർ പറഞ്ഞു, സാറിന് വട്ട, 21ാം നൂറ്റാണ്ടാണിത്. എൻ്റെ സാറേ, അതൊക്കെ കാലങ്ങൾ കഴിഞ്ഞു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നിൽക്കുന്നവരൊന്നും നമ്മുടെ നാട്ടിലില്ല സാറേ. സാറ് പറഞ്ഞു, ഉണ്ടാ. അപ്പോൾ എവിടെയുണ്ട്? സാറ് തെളിയിച്ചു. കല്യാണം നടക്കുന്നു കല്യാണ മണ്ഡപത്തിൽ. കല്യാണം, നമ്മുടെ കല്യാണം അങ്ങനല്ലേ, കല്യാണം നടക്കുന്നു. പണ്ട് നിലമ്പൂർ പണ്ട് ഞാൻ കല്യാണം നടത്തിയേച്ച് എനിക്ക് നെടുങ്ങാടപ്പള്ളി ചർച്ചോടിൻ്റെ ജനറൽ കൺവെൻഷൻ പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ആഹാരം വേണം. ഞാൻ അവിടെ ചെന്നപ്പം ഈ കല്യാണം കഴിഞ്ഞ് ഒരു ജുബ്ബ മാറിയച്ചും ഓടിച്ചെന്നപ്പം വാതക്ക് നിൽക്കുന്ന പുള്ളി പറയുക, ഹൗസ്ഫുള്ളാണ്, ഇവിടെ നിറഞ്ഞു എന്ന്. ഞാൻ ചോദിച്ചു, അതെപ്പോൾ സംഭവിച്ചു? പുള്ളി പറഞ്ഞു, ഇത് യഹോവയാൽ സംഭവിച്ചു. സാറിൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ കല്യാണപ്പന്തൽ നിറയുന്ന ലോകമാണിത്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാനിവിടെ വിഷമിച്ച് നിൽക്കുക. ഞാൻ ചോദിച്ചു, ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? അടുത്ത കാര്യം കേൾക്കണോ? സദ്യമെല്ലാം കഴിഞ്ഞേച്ചും ഒരു പുള്ളി ഇറങ്ങി വന്ന് എന്നോട് ചോദിക്കുക, കൈ കഴുകുന്ന സ്ഥലം എവിടാന്ന്. അപ്പം ഈ പുള്ളി കൈ കഴുകിയേച്ചല്ല കയറുന്നത് മനസ്സിലായില്ലേ? ഇനി ഞാനെന്തോ കൈ കഴുകിയെന്നറിയാമോ? എനിക്ക് സമയം കിട്ടിയത് കൊണ്ടും ആദ്യത്തെ ഏറ്റത്തിൽ സീറ്റ് കിട്ടാതിരുന്നതുകൊണ്ടാണ് ഞാൻ കൈ കഴുകാൻ പോയത്. അല്ലെങ്കിൽ ഞാനും കഴുകുകയില്ലെന്ന്. ഞാനിതൊക്കെ പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഭൗതിക ആഹാരത്തിന് വേണ്ടി ഷട്ടറങ്ങ് തുറക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞ പോലെ ഗമയിൽ നിൽക്കുന്നവരൊക്കെ ഷട്ടർ ഇടിച്ചു കയറാൻ നിൽക്കുന്ന ഒരു ആക്രാന്തമുണ്ടല്ലോ. ഷട്ടറങ്ങ് തുറന്ന് കഴിയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരുത്തൻ പാൻറ്റും ഷർട്ടും ഇൻ ചെയ്തവൻ ഒരു മേശയുടെ അടിക്കടെ പോയിട്ടാണ് ഒരു കസേരയിൽ പോയിരിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ആഹാരത്തിന് വേണ്ടി ഒരു നാണോ മാനവും ഇല്ലാതെ ഇങ്ങനെ ഇടിച്ചു നിൽക്കാനും ചാപ്പാട് കഴിക്കാനും സീറ്റ് പിടിക്കാനൊക്കെ വെമ്പി നടക്കുന്ന കല്യാണ മണ്ഡപത്തിലെ പ്രിയപ്പെട്ടവരെ, സുവിശേഷ യോഗത്തിന് നിങ്ങൾ എപ്പോഴാണ് വരുന്നത്? ഒന്ന് പറഞ്ഞ്. ആത്മീക ആഹാരം വിളമ്പുന്ന സ്ഥലമല്ലേ ഇത്? ഇവിടെ എപ്പോഴാണ് നിങ്ങൾ വരുന്നത്? ഒരു കല്യാണ സദ്യക്ക് കാണിക്കുന്ന ആ ആവേശം ആത്മീയ ആഹാരത്തിന് കാണിക്കാറുണ്ടോ? വായിച്ചിട്ടുണ്ട്, 70 വർഷം വരെ ജീവിക്കുമ്പോൾ 80 മുതൽ 90 വരെ ചാക്ക് അരിയുടെ ഭക്ഷണം നിങ്ങൾ കഴിച്ചിരിക്കുമെന്ന്. കണ്ടാൽ പറയില്ല, കാരണം ഒരു 50 പൈസയുടെ പ്ലാസ്റ്റിക് കൊണ്ട് വലിപ്പമേ ഉള്ളൂ.
ചില ആളുകളുടെ വയറിന്, ചിലരൊക്കെ മല്ലിച്ചാക്കണൊക്കെ ആയിട്ടുണ്ട്. എന്നാലും പറയുകയാണ്, ഈ 70 കൊല്ലം കഴിഞ്ഞ അച്ചായ അമ്മാമേ, അല്ലെങ്കിൽ ഞാൻ, നിങ്ങൾ കഴിച്ച 90 ചാക്ക് അരിയുടെ ആഹാരം എവിടെ? വയറ്റിലില്ല. അത് മറപ്പുരയിലേക്ക് പോയി. മറപ്പുരയിൽ കിട്ടുമെന്ന് കരുതി വഴിയെ പോകുന്ന JCB കൊണ്ട് തോണ്ടിയാൽ കിട്ടുമോ? ഇല്ല, അത് മണ്ണിലേക്ക് പോയി. ഉത്തരം ഇതാണ്, താങ്കളെ മണ്ണിൽ നിന്നാണ് എടുത്തത്. അതുകൊണ്ട് ഈ മണ്ണിലേക്ക് തിരികെ ചേരുന്നവരെ തരാനുള്ളതാണ് ഈ 80 ചാക്ക് അരിയും സവാള ഉള്ളിയും പരിപ്പും പച്ചക്കറികളൊക്കെ. പക്ഷേ മണ്ണിൽ നിന്നെടുത്ത നിങ്ങളുടെ ഉള്ളിൽ വിണ്ണിൽ നിന്നും ഒന്ന് ദൈവം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ആത്മാവ്. ആ ആത്മാവ് ഈ മണ്ണിൽ ചേരുകയില്ല പ്രിയപ്പെട്ടവരെ. അത് ചെന്ന് ചേരേണ്ട സ്ഥലത്ത് ചേരാനാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ആത്മീക ആഹാരം നൽകുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രി ഞാൻ ആദ്യത്തെ ദൂത് നിങ്ങൾ കൈമാറുകയാണ്. കർത്താവേ, നിന്റെ വചനത്തിന് മുൻപാകെ വിറയ്ക്കുന്നവരായിരിക്കാൻ, ആത്മീക ആഹാരത്തിന് വേണ്ടി ദാഹിക്കുന്നവരായിരിക്കാൻ, അതിനോടൊരു ആവേശമുണ്ടാകാൻ, പ്രാർത്ഥിച്ചിട്ടും മതിവരാത്ത, പ്രാർത്ഥിച്ചിട്ടും മടിവരാത്ത, പ്രസംഗിച്ചിട്ടും മതിവരാത്ത, കൊടുത്തിട്ടും മതിവരാത്ത, അന്യഭാഷ പറഞ്ഞിട്ടും മതിവരാത്ത, ആരാധിച്ചിട്ടും മതിവരാത്ത, എത്ര പാടിയിട്ടും മതിവരാത്ത ആ ഒരു ആത്മീക ദാരിദ്ര്യം, ഇരുനില വീടുണ്ടെങ്കിലും ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ മരിക്കും വരെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്നായി പറഞ്ഞു. വിറ്റും നട്ടും തിന്നും കുടിക്കുന്ന കാലമാണ്. അവരൊന്നും അറിഞ്ഞില്ലെന്നേ. കർത്താവിന് അവരുടെ സമയം അറിഞ്ഞില്ലെന്നേ. അവിടെ നിൽക്കട്ടെ, രണ്ടാമത്തെ കാലത്തിലേക്ക് പെട്ടെന്ന് വരാം. അതൊന്നും വിശദീകരിക്കാനുണ്ട്, പക്ഷേ ബൈബിൾ ക്ലാസ് അല്ലല്ലോ, പ്രസംഗം പോലെ. രണ്ടാമത്തെ കാര്യം എന്നറിയാമോ? ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചു. ഒന്ന് ശ്രദ്ധിക്കണം, കല്യാണം വിരോധമാണോ മക്കളെ? അല്ല. വിവാഹം എല്ലാവർക്കും മാന്യമാണെന്നേ, കിടക്ക നിർമ്മലമാണെന്നേ. നമ്മുടെ വിഷയം എന്നാണെന്നറിയാമോ? ഈ ജലപ്രളയം വരാൻ കാരണം എന്നാണെന്നറിയാമോ നിങ്ങൾക്ക്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിച്ചു നോക്കണം. അവിടെ വായിക്കുന്ന ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ ഒരു വ്യാഖ്യാനം ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുന്നത് ദൂതന്മാരാണെന്ന. ഞാനത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതും കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ദൂതന്മാർക്ക് ചില പ്രത്യേകതകൾ, ദൂതശാസ്ത്രം പഠിക്കുമ്പോൾ അവരുടെ 15 പ്രത്യേകതയിൽ ഒരു പ്രത്യേകത വംശവർദ്ധനവിനുള്ള കഴിവ് അവർക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഭൂരിപക്ഷം വേദചിന്തകന്മാർ ചിന്തിക്കുന്നത് അവിടെ ദൈവത്തെ ഭയപ്പെട്ടവരും ദൈവത്തെ ഭയപ്പെടാത്തവരും, നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും, അന്ന് ആ പദം ഉപയോഗിക്കുന്നത് ശരിയല്ല. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവരും ഭയപ്പെടാത്തവരും തമ്മിലുള്ള ഒരു സമ്മിശ്ര വിവാഹമാണ് അന്ന് നടന്നത്. ഇവിടെ ഒരല്പസമയം ഒന്ന് നിൽക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ കാര്യമെന്നറിയാമോ? നമ്മളൊക്കെ പണ്ട് കാലത്തൊക്കെ പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവികതം അനുസരിച്ചൊക്കെയാണ് കല്യാണം നടക്കുന്നത്. ഈ മൈക്കിൽ കൂടെ പറയുന്നുണ്ട്, പലതും പിടിവിട്ട് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പറയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലൊക്കെ പണ്ടുണ്ടായിരുന്ന വിശ്വാസങ്ങളൊക്കെ തകിടം മറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കള്ളു കുടിക്കത്തില്ല, ബീഡി വലിക്കത്തില്ല, വെച്ച മുറുക്കത്തില്ല, സിനിമ കാണത്തില്ല, ഭാര്യയെ തല്ലത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന കൂട്ടത്തിൽ ഒന്നുണ്ടായിരുന്നു, ആത്മഹത്യ ചെയ്യത്തില്ല, അപകട മരണങ്ങൾ ഉണ്ടാകത്തില്ല, ഡിവോഴ്സുകൾ ഉണ്ടാകത്തില്ല. ഇതെല്ലാം നമ്മൾ പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതൊക്കെ ഏതാണ്ട് കാറ്റിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. കാലം എത്ര മാറിയാലും, നിങ്ങളെത്ര ശാസ്ത്ര വിശാരദന്മാരും പണ്ഡിത പടുക്കളുമാണെങ്കിലും ഈ പുസ്തകത്തിൻ്റെ വള്ളിയോ പുള്ളിയോ മാറ്റാൻ ആർക്കും ദൈവം അനുമതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ കനത്ത ഭാഷയിൽ സ്നേഹത്തോടെ എന്നെ മുമ്പിലിരിക്കുന്ന യുവതി യുവാക്കന്മാരോട് ഞാൻ പറയുകയാണ്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ടവരെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ഇതൊക്കെ എന്തിനാ പറയുന്ന പോലെ അറിയാം. അന്ന ഭാഷ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമോ? എൻ്റെ പൊന്നോ, നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാം കൂടെ വാരി വലിച്ച് അടുക്കും ചിട്ടയുമായിട്ട് പറയാനുള്ള സമയമൊന്നും ഇവിടെ ഇല്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പണ്ടൊക്കെ രക്ഷിക്കപ്പെട്ട കുട്ടികൾ രക്ഷിക്കപ്പെടാത്തവരെ കല്യാണം കഴിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വാർത്തയായിരുന്നു. ഇന്നങ്ങനല്ല. വിശ്വാസികൾ കല്യാണം കഴിക്കുന്നു എന്നുള്ളതിനേക്കാൾ എന്നെ ഭയപ്പെടുത്തുന്ന കാര്യം, ദൈവദാസന്മാരുടെ മക്കൾ പോലും എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെടാത്തവരെ വിവാഹം കഴിക്കുന്നു. അവർ മനുഷ്യരല്ലാന്നോ
മതമുള്ളത് കൊണ്ട് മനസാക്ഷിയില്ലാത്തവരാണ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ വേദപുസ്തകം, നമ്മുടെ വേദപുസ്തകം പറയുന്നത് 2 തരം വിത്ത് ചേർത്ത് വിതയ്ക്കാൻ സാധ്യമല്ല, 2 തരം നൂല് ചേർത്ത് നെയ്തെടുക്കാനും പറ്റില്ല. ദൈവാലയങ്ങൾക്ക് വിഗ്രഹവുമായി ഒരു സംബന്ധവുമില്ല. ഇരുളും വെളിച്ചവും തമ്മിൽ യോജിച്ചു പോകാനൊക്കില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ എത്ര പുരോഗമനവാദികളാണെങ്കിലും ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തൻ്റെ ദാസനെ കൈ തുടയിൽ വെച്ച് സത്യം ചെയ്ത് പറയിപ്പിച്ചത് അന്യജാതിയിൽ നിന്ന് പെണ്ണെടുക്കരുതെന്നാണ്. മാനുഷിക സ്നേഹത്തെയോ മതങ്ങളുടെ ബന്ധനങ്ങളെയോ ബന്ധനമാക്കാൻ വേണ്ടി പറയുന്നതല്ല. യേശു അകത്തുള്ള ഒരു ദൈവ പൈതൽ, ഞാൻ ബൈബിൾ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കൊണ്ട് ചെക്കൻ നല്ലതാണ്, പഴുതാര മീശയാണ്, നല്ല കൃതാവാണ്, സമ്മർ കട്ടിംഗ് ആണ്, എഞ്ചിനീയറാണ്, കാനഡയാണ് എന്നൊക്കെ പറഞ്ഞാലും നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കരുത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ടവരെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് ഈ വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ചെയ്യരുത് എന്നുള്ള സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുകയാണ്. ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചു, സർ ഞാൻ കറുത്തവനെ കല്യാണം കഴിച്ചോട്ടെ? കഴിച്ചോ. നൈജീരിയക്കാരൻ? കഴിച്ചോ, കുഴപ്പമില്ല. രക്ഷിക്കപ്പെട്ടിട്ടില്ല? പറ്റില്ല. രക്ഷിക്കപ്പെടാത്തവർ പെടാത്തവരെ കല്യാണം കഴിക്കട്ടെ. ഒരിക്കലും ഒരു യുവജന ക്യാമ്പിൽ വെച്ചൊരു പെങ്കൊച്ചു പറയുകയാണ്, പാസ്റ്റർമാർ ഇങ്ങനെയൊന്നും സങ്കുചിത മനോഭാവത്തോടെ സംസാരിക്കരുത്. ഞാൻ പറഞ്ഞു, എന്നാ കാര്യം? പാസ്റ്റേ, ഒരു കാര്യം പാസ്റ്റർ ചിന്തിക്കണം, ഞങ്ങളിങ്ങനെ രക്ഷിക്കപ്പെടാത്തവരെ കല്യാണം കഴിച്ചാൽ ആ ആത്മാവിനെയും കൂടെ രക്ഷയിലേക്ക് കൊണ്ടുവരാമല്ലോ. ഞാൻ പറഞ്ഞു, നിനക്ക് ആത്മഭാരം കണ്ടമാനം കൂടിയിട്ട് ഇതുപോലെ ഒത്തിരി പേരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നാൽ സംഗതി ആകപ്പാടെ പൊളിഞ്ഞു പോകും. മക്കളെ, കാട്ടാന കുഴി ചാടിയാൽ കാട്ടുപോത്തിന് ബലമുണ്ടെന്ന് പറഞ്ഞാലും ആനെ കയറ്റാൻ ആന തന്നെ വന്നേ പറ്റത്തുള്ളൂ. നിന്റെ പ്രേമലേഖനം കൊണ്ട് ഒരുവന്റെ പാപ ശമ്പള മരണ നരക ന്യായവിധി മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ സ്വന്തം പുത്രനെ ലോകത്തിൽ അയക്കേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശിനല്ലാതെ, ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിന്റെ ആ യാഗത്തിൽ വിശ്വസിച്ചിട്ടല്ലാതെ ഒരുത്തനും ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്. ഇവിടെ പിശാച് ജയിക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം എൻ്റെ അറിവിൽ ദൈവവചനം നന്നായി പ്രസംഗിച്ചിരുന്ന 2-3 കർത്തദാസന്മാരൊക്കെ ഇപ്പോൾ ഏതാണ്ട് പ്രസംഗം അവസാനിപ്പിച്ച സ്ഥിതിയാണ്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ ശ്രദ്ധിച്ചു കൊള്ളട്ടെ. കല്യാണം കഴിപ്പിച്ച് വിട്ട പിള്ളേർ പോലും ഇപ്പോൾ സുരക്ഷിതരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കോഴിക്കോട് ജില്ലയിൽ 2000-ലധികം കുടുംബിനികളാണ് കഴിഞ്ഞ ഒറ്റ വർഷം കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയത്. കല്യാണം കഴിച്ച വീട്ടമ്മമാരാണ്. 2400-ൽ പരം വീട്ടമ്മമാരാണ് ഒളിച്ചോടിപ്പോയത്. ഒരു മർമ്മം, ഒരു ദൂത് എനിക്ക് മനസ്സിലായത് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സുവിശേഷ വേലയ്ക്കുള്ളവരാണെന്ന് പിശാച് കണ്ടു. ആര്? ഈ തലമുറകളൊക്കെ. അതുകൊണ്ട് പിശാച് ഒരു കാര്യം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന സണ്ണി പാസ്റ്ററുണ്ട്, അല്ലെങ്കിൽ സുമേഷ് പാസ്റ്ററുണ്ട്, മറ്റ് കർത്തദാസന്മാരുണ്ട്. അവരെ പ്രായം കണ്ടാൽ അറിയാം, ദീർഘമായ പതിറ്റാണ്ടുകൾ ഈ കലപ്പയ്ക്ക് കൈവച്ചവരാണ്. അവർക്കൊക്കെ പിന്മാറിപ്പോകണമായിരുന്നെങ്കിൽ പണ്ടേ പിന്മാറിപ്പോകാമായിരുന്നു. രോഗങ്ങൾ വന്നിട്ടുണ്ട്, പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സ്വന്തം മകൻ മരിച്ചിട്ട് കുഴിച്ചിടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങളൊക്കെ പാതിരാത്രി അടുത്ത വീട്ടിൽ ചെന്ന് മണ്ണ് ചൂരക്കുട്ടയ്ക്കകത്ത് കൊണ്ടുവന്ന് പാറപ്പുറത്ത് മണ്ണിട്ട് ചുറ്റും കയ്യാലെ പെടാതെ നടുക്കുള്ള മണ്ണ് കോരിക്കളഞ്ഞ് അവിടെ കുഞ്ഞിനെ അടക്കം ചെയ്തിട്ടുണ്ട്. പുരാതന കാലത്തെ, പണ്ട് കാലത്തെ പെന്തക്കോസിലെ പിതാക്കന്മാർ അനവധി പ്രാവശ്യം ഈ കലപ്പയിൽ കൈവച്ച ശേഷം കരഞ്ഞ് പിന്മാറിപ്പോകാൻ അവസരമുണ്ടായിട്ടും ഒരിക്കൽ പോലും കൈയെടുക്കാതെ ഒരു കരം മാത്രമെടുത്ത കൈലേശ കൊണ്ട് കണ്ണുനീർ തുടച്ചിട്ട് മറുകരം കലപ്പയിൽ മുറുകെ പിടിച്ചു പറഞ്ഞു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. സന്നിപ്പാശ്രേ, വീഴ്ത്താൻ വേറെ മാർഗമില്ല. ക്യാൻസർ തന്നാൽ നമ്മൾ യേശുവിനെ തള്ളി പറയില്ല. ആക്സിഡന്റ് ഒടിഞ്ഞാൽ നമ്മൾ തള്ളി പറയില്ല. നമ്മളോടൊക്കെ ഇനി പനിയും കോവിഡും കൊറോണയും വന്നാലൊന്നും നമ്മളൊന്നും ഇനി ഇത് പിശാചിന് കീഴ്പ്പെടുകയില്ല. കാരണം കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഇപ്പോൾ ഉള്ളതോ വരുവാൻ ഉള്ളതോ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകളോ അധികാരങ്ങൾക്കോ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് പിശാച് മനസ്സിലാക്കിയപ്പോൾ അവൻ ചെയ്ത മറ്റൊരു തന്ത്രത്തിന്റെ ഭാഗമാണ് നിന്നെ വീഴ്ത്താൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായി. കാരണം നീ ഉപവാസമുള്ളവനാ, നീ
പ്രാർത്ഥനയുള്ളവനാ, നീ ദൈവകൃപയുള്ളവനാ. പക്ഷെ നിന്റെ ചങ്ക് പൊടിയുന്നത് എവിടാന്നറിയാമോ? കുരുത്തം കെട്ടവരാണെങ്കിലും പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോഴാണ് നമ്മുടെ ചങ്ക് പൊടിയുന്നത്. ഉപവാസമില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത, ബൈബിൾ പോലും വായിക്കാത്ത തലമുറകളെ പിടിച്ചിട്ട് അവനെ വഴിതെറ്റിച്ചാൽ അവന് മനസ്സിലായി ജോയി പാറക്കലിന്റെ പ്രസംഗം നിർത്തണമെങ്കിൽ തലമുറയെ പിടിച്ചാൽ മതി, സുമേഷ് പാസ്റ്റർ പ്രസംഗം നിർത്താൻ തലമുറയെ പിടിച്ചാൽ മതി. നിന്റെ പുസ്തകം അവസാനിപ്പിക്കാൻ, നിന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ, നിന്റെ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ തലമുറകളെ വട്ടമിട്ട് പറക്കുന്ന ഒരു പൈശാചിക ശക്തി ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടോ? ഇത് തിരിച്ചറിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ, ദൈവസഭ ചെറുതാണ് മക്കളെ. അമ്പര ചുംബിയാ നിൽക്കുന്ന പാതാള ഗോപുരങ്ങളാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. അതിൻ്റെയൊക്കെ നടുവിൽ വന്നിട്ട് 2-3 പേര് ചെറിയ ഹാളിനകത്ത് ആരാധന ആരംഭിച്ചത്. പക്ഷെ യേശു പറഞ്ഞിട്ടുണ്ട്, ആ പാതാള ഗോപുരങ്ങൾക്ക് ഈ സഭയെ ജയിക്കാൻ കഴിയത്തില്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ദൈവസഭയുടെ മുഖത്തെ കരിവാരി തേക്കുന്ന, യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ മുളക് പുരട്ടുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ, നിന്റെ മകനെ കുറിച്ച്, മകളെ കുറിച്ച്, പെന്തക്കോസിനകത്തെ പിള്ളാരെ കുറിച്ച് നാളെ ഒരു അപമാനകരമായ വാർത്ത പത്രത്തിൽ വന്നാൽ സഭകൾ അടച്ചുപൂട്ടേണ്ടി വരും. ഒരല്പസമയം ഒന്ന് കരമടിച്ച് ആരാധിക്കാൻ പോവുകയാണ്. വല്ലാത്ത ദുഷ്ട മനുഷ്യന്റെ കണ്ണുകൾ, വിടക്ക് കണ്ണുകൾ നിന്റെ പെൺകുട്ടികളെ ചുറ്റും വട്ടം കറങ്ങുന്നുണ്ട്, നിന്റെ മാൻകുടി ചുറ്റും വട്ടം കറങ്ങുന്നുണ്ട്. അമ്മയോടും അപ്പനോടും ചോദിക്കാതെ ഒറ്റ ദിവസം കൊണ്ട് നാട് വിട്ടു പോകും ആ പൈശാചിക ബന്ധനങ്ങൾക്ക് മീതെ ആത്മകൃപ പ്രാപിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ വേർതിരിക്കുകയാണ്. വല്ലവന്റെയും കുട്ടിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, വിവാഹം ചെയ്ത് അയച്ചവർ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ തലമുറയുടെ മേൽ ഈ ശാപം വരരുത്, എന്റെ സഭയുടെ പേരിൽ പത്രവാർത്ത വരരുത്. ഒന്ന് ആരാധിച്ച ദൈവമക്കളെ, ഒന്ന് ആരാധിച്ച ദൈവമക്കളെ. എൻ്റെ പിള്ളേരൊക്കെ കല്യാണം കഴിച്ച് സുരക്ഷിത വിചാരിച്ചിരിക്കാതെ ഈ കരമടിക്കുന്ന കരമടിയിൽ ഉണ്ടല്ലോ വരാൻ പോകുന്ന ദുരന്തങ്ങളെ വഴിമാറ്റി വിടുന്ന, ഗതി തിരിച്ചു വിടുന്ന ഒരു പ്രാർത്ഥനയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങളൊക്കെ അടച്ചുപൂട്ടാൻ ഒരപമാനം വന്നാൽ പോരെ കുഞ്ഞെ? ക്രൂശിൽ ഉയർത്തപ്പെട്ട യേശുവ നമ്മുടെ വിഷയം. ആ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന ഒരു സ്വഭാവം എൻ്റെ മക്കളെ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ഒരപ്പൻ്റെ പ്രായമുള്ളത് കൊണ്ട് അപേക്ഷിക്കുകയാണ്. നിങ്ങളൊക്കെ ഈ പുസ്തകം തുടർന്ന് പ്രസംഗിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് കിട്ടിയ സ്തോത്രക്കാഴ്ച കൊണ്ട് നിങ്ങളെയൊക്കെ ഞങ്ങൾ വളർത്തിയത്. ഈ പ്രസംഗം നിങ്ങൾ തുടർന്ന് പ്രസംഗിച്ചില്ലെങ്കിലും ഈ പുസ്തകം ഞങ്ങൾ അടച്ചു വെക്കാനുള്ള ഗതികേട് നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ നമ്മുടെ തലമുറയ്ക്ക് മേൽ വ്യാപരിക്കുന്ന എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ. സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കപ്പെട്ടവന്റെ മേൽ വ്യാപരിക്കുന്ന വിടക്ക് കണ്ണ് അത് വഴിമാറിപ്പോകട്ടെ. ദൈവത്തിന്റെ വേലയ്ക്കായി സമർപ്പിച്ച കുഞ്ഞുങ്ങളെ, ഇന്ന് പകൽ ഞാൻ കർത്താവിന്റെ വേല മാത്രമേ ചെയ്യത്തുള്ളെന്ന് ഒരു തീരുമാനമെടുക്കുക. ഇന്ന് പകൽ രാത്രി ഒടുവിൽ ഞാൻ പ്രാർത്ഥിച്ചോളാം. രണ്ടാമത്തെ കാര്യം ഞാൻ വിട്ടുകളയുകയാണ്. ഒന്ന്, തിന്നും വിറ്റും നട്ടും തിന്നും കുടിച്ചും പോരുന്ന കാലമായിരുന്നു നോഹയുടെ കാലഘട്ടം. രണ്ട്, ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചൊരു കാലമായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ ശാപം. അതിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഉടവായത്. ദൈവം പറഞ്ഞു, എനിക്കിത് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കും എന്ന് ദൈവം തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയം ലോകത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വിവാഹത്തിൻ്റെ ശൈലികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന്, രക്ഷിക്കപ്പെടാത്തവർ പെടാത്തവരെ കല്യാണം കഴിക്കുന്നു, അതേ ഞാൻ പറഞ്ഞുള്ളൂ. രണ്ട്, ഡിവോഴ്സ്. ഒരു ഉളുപ്പുമില്ല, ഒരു സങ്കടവുമില്ല, ഒരു പ്രശ്നവുമില്ല. അതാണ്ട് നാളെ കോടതി ഒരു പെണ്ണിനോട് ചോദിച്ചു, ഡിവോഴ്സ് വേണോ? വേണം സാർ. മക്കളുണ്ടോ? ഒരു കുഞ്ഞുണ്ട്. ആണോ പെണ്ണോ?
പെണ്ണ് എത്ര വയസ്സായി? 10ൽ പഠിക്കുന്നു. കോടതി ഇടപെട്ട് ചോദിക്കുക, മോളെ അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? കാലം കഴിഞ്ഞു സാർ. അണ്ടർസ്റ്റാൻഡിങ് കഴിഞ്ഞു സാർ. നിനക്ക് സ്റ്റിച്ചിങ് തയ്യലറിയാമോ? അറിയാം സാർ. സൂചി നൂലും വീട്ടിലുണ്ടോ? ഉണ്ട് സാർ. ഷർട്ടിൻ്റെ ബ്ലൗസിൻ്റെ ഒരു ഭാഗം കീറിയാൽ നിനക്ക് ആ സൂചി നൂല് ഉപയോഗിച്ച് തുന്നിക്കൊണ്ട് നടന്നുകൂടെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടന്നുകൂടെ എന്ന് ആരാണ്ടിന് വേണ്ടി കോടതി ചോദിക്കുകയാണ്. അപ്പോൾ ആ പെങ്കൊച്ച് പറയാണ്, അങ്ങനെ നടക്കാം സാർ, പക്ഷേ ഷർട്ടിൻ്റെ എല്ലാ ഭാഗവും കീറിയതാണെങ്കിൽ തുന്നുന്നതിനേക്കാൾ നല്ലത് പുതിയ ഷർട്ടിൻ്റെ പീസ് മേടിക്കുകയല്ലേ എന്ന്. കോടതി പറഞ്ഞു ഡിവോഴ്സ് ചെയ്തോളാൻ. നിങ്ങൾക്കൊല്ലം പിടികിട്ടിയോ? പണ്ടൊക്കെ 25 കൊല്ലം കഴിയുമ്പോഴാണ് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി, 25ാമത്തെ വിവാഹ വാർഷികം. ഇപ്പോഴങ്ങനല്ല, 1ാമത്തെ കൊല്ലം കൊടുക്കും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി. കാരണം ഇത് 25 വരെ പോകൂല എന്ന് അവർക്ക് പോലും അറിയാം. 25 വർഷം കഴിയുമ്പോഴാണ് പണ്ടൊക്കെ വീടിൻ്റെ മുകളിൽ ട്രസ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം വീട് പണിയുമ്പോഴേ വർക്ക് ചെയ്യും. കാരണം ചോർച്ച നേരത്തെ ഉണ്ടാകുമെന്ന് അറിയാമെന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഞാൻ സ്നേഹത്തോടെ ഒന്ന് ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ. ഞാൻ പല പ്രസംഗത്തിലും ഈ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ടാകും, ഒന്നും കൂടെ ചോദിക്കുകയാണ്. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ, ചുമ്മാതെ ചോദിക്കുന്നതാണ് കേട്ടോ, ഇട്ടോ എന്ന് പറഞ്ഞാൽ ലഡു ഒന്നും പൊട്ടരുത്. ഇനി ജന്മമൊന്നുമില്ല, അതിന് അവിടെ പോകാനുള്ളൂ. എന്നാലും ഉറക്കൊക്കെ ഒന്ന് മാറട്ടെ. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഭാര്യ മതിയോ? ഇപ്പോഴുള്ള ഭർത്താവ് മതിയോ? എന്തായിരിക്കും ഉത്തരം? നിങ്ങളുടെ നുണക്കുഴി വിരിയുന്ന കണ്ടാൽ അറിയാം. പാസ്റ്ററേ, ഈ ഓണത്തിന് പോലും പ്രതീക്ഷിച്ചു പ്രഷർ കുക്കർ എക്സ്ചേഞ്ച് മേളയ്ക്ക് പകരം ഈ ഏടാകൂടങ്ങളെ മാറുന്ന ഒരു മേള വന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. നടന്നില്ല. അടുത്ത ചോദ്യം, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ പിള്ളേരോടാണ് കേട്ടോ, ഈ കാരണവന്മാർ മതിയോ? ഈ അപ്പനും അമ്മയും മതിയോ? അവർ പറയും, അറം പറ്റുന്ന വാക്കൊന്നും പറയാതെ പാസ്റ്ററെ, യാതൊരു ബോധവും വിവരവും ബോധവും പൊക്കണമില്ലാത്ത കഴുതകൾ എന്ന് ഞങ്ങൾ വിളിക്കാത്തത് ഞങ്ങൾക്ക് എഞ്ചിനീയർ ഡോക്ടറും ആകാൻ വേണ്ടി പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. സത്യം അതാണ് പാസ്റ്റർ. അമ്മയ്ക്ക് നാളെ ഫോൺ വരുന്നു, ഹലോ ഹലോ ഹലോ, നീ ഒന്ന് നോക്കിയേടാ. അവൻ നോക്കിച്ച് പറഞ്ഞു, അമ്മേ ഫോൺ തലതിരിച്ചാ പിടിച്ചിരിക്കുന്നത്, അതാ കേൾക്കാത്തത്. അപ്പോൾ ഇതുങ്ങളെയൊക്കെ നമ്മൾ ഈ ജന്മം കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അതുതന്നെ വലിയ അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവർ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അസിം പ്രേംജിയുടെ, രത്തൻ ടാറ്റയുടെ, അദാനി, പറയാൻ നിർവാഹമില്ലേലും അംബാനിമാരുടെ, ബിൽഗേറ്റ്സിൻ്റെ ഒക്കെ വലിയ വലിയ ആളുകളുടെയൊക്കെ മക്കളാ ജനിക്കാനൊക്കെ ഒരു ആഗ്രഹം ആർക്കാ ഉണ്ടാവില്ലാത്ത? 2 ചോദ്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് 3ാമത്തെ ചോദ്യം നെഞ്ചിൽ കുത്തി ഞാൻ ചോദിക്കുന്നു. മറുപടി മൗനമല്ല വേണ്ടത്, കട്ടപ്പന മുഴുവൻ കേൾക്കത്തക്ക നിലയിൽ കരമടിച്ച് മറുപടി പറയണം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടേക്കാം, നടക്കില്ലെങ്കിലും. ഇനി ജന്മമുണ്ടെങ്കിൽ മാതാപിതാക്കളെയും മക്കളെയും മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടേക്കാം. 3ാമത്തെ ചോദ്യം, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന, ഇപ്പോൾ നിങ്ങൾ സേവിക്കുന്ന ഈ യേശുക്രിസ്തുവിനെ തന്നെ മതിയോ? നിങ്ങൾക്ക് ദൈവമായിട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ 5ാമത്തെ ദിവസം നിങ്ങൾ കെട്ടുപൊട്ടിച്ച് കരമടിച്ച് പറയണം, പാസ്റ്ററേ, ഒരു ജന്മമല്ല 1000 ജന്മം ലഭിച്ചാലും യേശുവല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന ആ അതുല്യമായ അവസ്ഥയുണ്ടല്ലോ. അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെ പോലെ ആരാധനായിട്ട് ആരുമില്ല. അനുധാവനം ചെയ്യുവാൻ കൊള്ളാകുന്ന, ആരാധിക്കുവാൻ കൊള്ളാകുന്ന, അനുഗമിപ്പാൻ കൊള്ളാകുന്ന, പകരം വെക്കാനില്ലാത്തൊരു ദൈവം, അവന്റെ പേരാണ് യേശുക്രിസ്തു. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. 1ാമത്തെ കാര്യം എന്താണ്? വിറ്റും നട്ടും തിന്നും കുടിച്ചും പോരുന്ന കാലമായിരുന്നു നോഹയുടെ കാലഘട്ടം. ഇപ്പൊ 2 ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചു. പ്രിയപ്പെട്ടവരെ, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് നമുക്കിച്ചിരി വൈകിയാലും, മക്കളെ കുറച്ച് വൈകിയാലും തമ്പുരാൻ തൻ്റെ ജീവിതത്തിൽ വെച്ചത് ഒരു കണ്ടകശനിയായി മാറാതിരിക്കാൻ കാത്തിരിക്കൂ. അതിവേഗം കിട്ടുന്നതിനേക്കാൾ പ്രാർത്ഥിച്ചു കിട്ടുന്നത് ഇരട്ടി അനുഗ്രഹമായിരിക്കുമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. 3ാമത്തെ ഭാഗത്തേക്ക് വരാം. നോഹയുടെ പ്രസംഗം ആരും ശ്രദ്ധിച്ചില്ല. കേൾക്കാത്തത് കൊണ്ടല്ല, അർഹിക്കുന്ന ഗൗരവം ആരും കൊടുത്തിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ പ്രസംഗിക്കുന്നു. അണ്ട് ഇപ്പം
കൺവെൻഷനൊക്കെ പരസ്യമായിട്ട് യോഗങ്ങൾ നടത്തുന്ന ഒത്തിരി സ്ഥലങ്ങളാണ്. കുര്യാക്കോസ് കുടക്കച്ചിറ അച്ചായനൊക്കെ ഞാൻ കാണുന്നത് തന്നെ പരസ്യയോഗത്തിൽ പ്രസംഗിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ്. ഞങ്ങളൊക്കെ ജെറുസലേം ഗോസ്ബൽ ടീമിലൊക്കെ അങ്ങനെ പോകുന്നയാളാണ്. ഞാൻ ഇന്ന് പകൽ പറഞ്ഞു, കേരളത്തിൻ്റെ 14 ജില്ലകളിൽ 1,40,000 ട്രാക്ട് കൊടുത്തയാളാണ് ഞാൻ. കേരളത്തിൻ്റെ 465 സിറ്റികളിലായി, ഇന്ത്യയിലെ 29 സ്റ്റേറ്റുകളിലായി, കേന്ദ്രഭരണ പ്രദേശങ്ങളിലായി, ഭദ്രാനഗർ ഹാവേലിയും ലക്ഷദ്വീപും ഡാമിന് ഒഴികെ ഇന്ത്യയിലെ മുഴുവൻ സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിച്ച് യേശുവിനെ അവതരിപ്പിച്ചയാളാണ് ഞാൻ. 10.5 ലക്ഷം ആളുകളുടെ കയ്യിൽ എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ ലഘുലേഖ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. കേരളത്തിൻ്റെ 465 സിറ്റികളിൽ ഞാൻ യേശുവിനെ പ്രസംഗിച്ചിട്ടുണ്ട്. അല്ലാണ്ട് കാരണകത്ത് വന്ന സ്റ്റേജ് അത് ഇപ്പോഴത്തെ ഒരവസ്ഥ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ സാരമെന്നാന്നോലും മനസ്സിലായോ? ഒരാളും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഉണ്ടാച്ചാ പരശോധനക്ക് നിന്ന് ആര് ശ്രദ്ധിക്കാനാണ്? പണ്ട് സഖാവ് EMS നമ്പൂതിരിപ്പാട് അറിയാമല്ലോ, ചോരയെങ്കിൽ ചോര കൊടുത്ത വിപ്ലവത്തെ പാലൂട്ടി വളർത്തുവാൻ രണാങ്കണത്തിൻ്റെ വീതിയിൽ ഇറങ്ങിയ ചെമ്പടയുടെ സമർത്ഥനായ സാരഥി എന്നൊക്കെ ഞങ്ങൾ പണ്ട് പറഞ്ഞിരുന്ന സഖാവ് EMS നമ്പൂതിരിപ്പാട് ഒരു കാൽനട പ്രചരണ ജാഥയാത്ര സംസാരിക്കും വേണ്ടി കടന്നു പോകുമ്പോൾ ഒരു ഉപദേശി വഴിയരികിൽ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, വഴികെ പ്രസംഗിക്കുന്നവനെ ആർക്ക് വേണം? ഇല്ലേ? ഇപ്പം നമ്മളെ പ്രസംഗിക്കണമെങ്കിൽ നോട്ടീസ് വേണം, സ്റ്റേജ് വേണം, കളർഫുള്ള് ഇങ്ങനെ കൊയറൊക്കെ വേണം. ഇവിടെ ഇത് തന്നെ ആൾ കുറഞ്ഞെന്നും പറഞ്ഞ് 20 പേരെ ആൾ കുറഞ്ഞെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു മഹാൻ ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് പ്രസംഗിക്കാതെ തിരിച്ചു പോന്നു. നിങ്ങളൊക്കെ കണ്ടു കാണും, കേട്ട് കാണുമായിരിക്കും. അവരെ നമ്മൾ വിളിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസെന്നാണ് നമ്മൾ വിളിക്കുന്നത്. എനിക്കറിയാമല്ലേ വിലയേറിയതാണ്, വില കുറഞ്ഞ. എന്തായാലും ഞാൻ പറഞ്ഞത്, ഈ EMS നമ്പൂതിരിപ്പാട് ഇങ്ങനെ നോക്കിയപ്പം ഒരു ഉപദേശി പ്രസംഗിക്കുന്നു. അദ്ദേഹം തൻ്റെ ഗ്ലാസ് പതിയെ താഴ്ത്തി ആ പ്രസംഗം ശ്രദ്ധിച്ചു. കവനപ്രസംഗകരോട് ആളുകൾ പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എൻ്റെയൊക്കെ ഷർട്ടിൻ്റെ ബട്ടൺസ് അടിച്ചിട്ടുണ്ട്, മൈക്ക് ഓഫാക്കിയിട്ടുണ്ട്, ബീഡി വലിച്ച് എന്നും പറഞ്ഞ് ഊതിയിട്ടുണ്ട്, പുറകിലത്തെ ഷർട്ടെ പിടിച്ച് വലിച്ചിട്ടുണ്ട്, കൂക്ക് വിളിച്ചിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. നമ്മൾ പണ്ടത്തെ കഥാപ്രസംഗകനായതുകൊണ്ട് കവല കാണുമ്പം ഒരു ആവേശമാണ്, നമ്മളങ്ങോട്ട് പ്രസംഗിച്ച് വിടുവന്നേ. ഞാൻ പറഞ്ഞൊരു കാര്യമല്ല, മനസ്സിലായോ? അപ്പം ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ വഴി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ചില ആളുകൾ ഞങ്ങളെ ഒന്ന് നോക്കിയേച്ചു പോകും. പുച്ഛം എന്നാണ് അതിൻ്റെ പേര്. എന്തോന്നാണ് പുച്ഛം എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ പോകുന്ന വഴി ഇങ്ങനെ നോക്കി വെച്ച് അങ്ങ് പോകും. ഒരു 50 മീറ്റർ മാറി എന്ന് വെച്ചാൽ ഒന്നുകൂടെ നോക്കി നിൽക്കും. അതിൻ്റെ പേര് പുഞ്ഞം എന്നാണ്. പുഞ്ഞം എന്ന് പറഞ്ഞാൽ ആദ്യം നോക്കിയത് പുച്ഛം, ഇപ്പോൾ നോക്കുന്ന ഊളൻ, വട്ടൻ, നട്ടപ്ര വെയിലത്ത് ഒരു പണിയില്ലാതെ ചുമ്മാ ഇറങ്ങിയിരിക്കുക. നിനക്കൊക്കെ വേറെ പണിയില്ലടാ. ആ നോട്ടത്തിൻ്റെ പേരാണ് പുഞ്ഞം. എൻ്റെ വാക്കല്ല, സുകുമാർ അഴീക്കോടിൻ്റെ വാക്കാണ്. അപ്പോൾ പുച്ഛവും പുഞ്ഞവും സഹിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ സൂചിയായിട്ടും പ്രസംഗിക്കുന്നതെന്ന്. അപ്പോഴും സഖാവ് EMS നമ്പൂതിരിപ്പാട് ഗ്ലാസ് താഴ്ത്തി പ്രസംഗം കേട്ടോ. ഈ ഉപദേശം കേട്ടോ ആവേശം കൂടി. ആരാന്നൊന്നും മനസ്സിലായില്ല. ജാഥ ബ്ലോക്കിൽപ്പെട്ടത് കൊണ്ടല്ലേ ശ്രദ്ധിച്ചത്. ഒരു വയോധികനായ മനുഷ്യൻ അടിച്ച് പ്രസംഗിച്ച്, പ്രസംഗമെല്ലാം കെട്ടുകഴിഞ്ഞ് അദ്ദേഹം ശക്തിയായിട്ട് പ്രസംഗിച്ച് കേട്ടോ. ജാഥയുടെ കെട്ടഴിഞ്ഞു, വണ്ടി മുന്നോട്ട് പോയി, അംബാസഡർക്കാരുടെ ഗ്ലാസ് കയറ്റി EMS നമ്പൂതിരിപ്പാട് യാത്രയായി. ഇടത മാസത്തെ ചിന്ത എന്ന് പറയുന്ന വാരികയിൽ സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ സുവിശേഷം ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയുന്ന സുവർണ വാചകം പുറത്തു വന്നു. അതിങ്ങനെയാണ്: ക്രിസ്തു എന്നത് സത്യമത്രേ, സങ്കല്പമത്രേ, തിട്ടമായി പറയുവാൻ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, ഞങ്ങൾക്കൊക്കെ 10 അക്ഷരം പറയണമെങ്കിൽ കാൽനട പ്രചരണ യാത്ര കവലയിൽ വന്ന് അവസാനിക്കണം. ഞങ്ങളുടെ പേര് വിളിക്കുമ്പോൾ ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് ഇൻകുലാബ് സിന്ദാബാദ് വിളികൾ അന്തരീക്ഷത്തെ മുഖരിതമാക്കിക്കൊണ്ട് ഹാരാർപ്പണങ്ങൾ എടുത്തു മാറ്റി മൈക്കിന് സമീപിക്കുമ്പോൾ ആവേശകരമായി അലയൊലികൾ ഉയർത്തണം. അപ്പോൾ സംഘാടകർ പറയും ശാന്തരാകൂ ശാന്തരാകൂ എന്ന് പറയുമ്പോഴാണ് അല്പം വിക്കുപോലുമുള്ള എനിക്ക് അനർഗളമായി സംസാരിക്കുവാൻ ആവേശമുണ്ടാകുന്നത്. ആളുകളുടെ തിരത്തല്ലിലാണ് ഞങ്ങൾ രാഷ്ട്രീയം പ്രസംഗിക്കുന്നെങ്കിൽ ഒരാൾ പോലും കേൾക്കാനില്ലാതിരുന്നിട്ടും കേൾക്കുന്നവൻ പുച്ഛിച്ചു കൊണ്ടുപോയിട്ടും നട്ടപ്ര വെയിലത്ത് ഇത്ര ശക്തിയോടെ ഒരു ഉപദേശി യേശുവിനെ പ്രസംഗിക്കണമെങ്കിൽ യേശുവുണ്ടോ എനിക്കറിയില്ല. പക്ഷേ അയാളുടെ ഉള്ളിൽ ഒരു സത്യമില്ലെങ്കിൽ പറയാൻ തൻ്റെ ഇടമുണ്ടാകത്തില്ലെന്ന് ഇന്ന് രാത്രിയിൽ ഈ തൻ്റെ ഇടം തന്ന ദൈവത്തിന് കരമടിച്ചുകൊണ്ട് സ്തോത്രം പറ ദൈവമക്കളെ. ഏത് കവലയിലും ഏത് സ്ഥലത്തും പറയാൻ കൊള്ളാകുന്ന ഒരുവൻ ഞങ്ങളുടെ അകത്ത് കിടക്കുന്നു. അതാണ് ഞങ്ങളുടെ ഉയര എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടാലും പറ്റില്ല, ഞങ്ങൾ പ്രസംഗിക്കുന്നേ ഇല്ലേ അച്ഛാ? കൊടക്കച്ചറ അച്ഛാ, പ്രസംഗം നിർത്താൻ വല്ല പ്ലാനുണ്ടോ? ഇല്ലെന്നേ.
ഇല്ലെന്നേ, അതങ്ങനെ പ്രസംഗിക്കുമെന്നേ. നോഹ പ്രസംഗിച്ച നാട്ടുകാർ ചോദിച്ചു, നോഹ പൂപ്പ എന്തോ എന്നാ വരുമെന്നായി പറയുന്നേ? മഴ. അച്ഛാ മഴ കണ്ടിട്ടുണ്ടോ? അന്ന് വരെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നേ. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി എന്നുള്ള വാക്കൊക്കെ വിശദീകരിച്ച് ചിന്തിക്കണം. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി, അങ്ങനെയാണ് നനച്ചോ. അപ്പം മഴ കണ്ടിട്ടില്ല ഈ പുള്ളിക്കാരൻ കേട്ടോ. അപ്പം മഴ കണ്ടിട്ടില്ല. അപ്പം ആളുകൾ ചോദിച്ചു, നോഹയപ്പച്ച എന്തോ ഈ കണ്ടിട്ടില്ലാത്ത മഴ ഇങ്ങനെ വരുമെന്ന് ഇങ്ങനെയൊന്ന് ആധികാരികമായിട്ട് പറയരുത് കേട്ടോ. എൻ്റെ പൊന്ന് സണ്ണിപ്പാസ്റ്റേ, നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ക്രൂശ് മരണം കണ്ടോ? ഇല്ല. നിങ്ങളാൽ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. നരകം കണ്ടിട്ടുണ്ടോ? പിന്നെ ഇത്ര തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ നിങ്ങൾക്ക് നാണാവൂലേ? നോഹ പറഞ്ഞു, മക്കളെ ഇത് കാഴ്ചയാലല്ല, ഇത് വിശ്വാസത്താലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അച്ഛൻ ഇത്ര ഉറപ്പെന്താണ്? ഈ പറഞ്ഞതൊക്കെ സംഭവിക്കുമെന്ന് കണ്ടിട്ടില്ലാത്ത, ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മഴ വരും, ഇത്ര ഉറപ്പെന്താണ്? ഈ പെട്ടകം യൂണിയൻകാർ വന്നിച്ച് പറഞ്ഞു, അപ്പച്ച ഒരു കാര്യം പറഞ്ഞു, പ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നുണ്ട് കേട്ടോ. കടലിൽ നിന്നും 65 മൈൽ ദൂരത്താണ് ഈ പുള്ളി പെട്ടകം പണിത് വെച്ചിരിക്കുന്നത്. മഴയെങ്ങാനും പെയ്തില്ലെങ്കിൽ, താഴ്വര വെള്ളം കൊണ്ട് നിറഞ്ഞ ഭുജനമ്പത്തിലേക്ക് പൊങ്ങിയില്ലെങ്കിൽ ഈ പെട്ടകം അറ്റകുറ്റം തീർന്നതാണോ എന്നറിയാൻ നീറ്റിൽ ഇറക്കണ്ടേ, കടലിൽ ഇറക്കണ്ടേ? ആനാരി ചുണ്ടനെ വെള്ളത്തിലിറക്കുന്ന പോലെ, ജവഹർലാൽ വെള്ളങ്ങളിൽ ഇറക്കുന്ന പോലെ ഇവനെ ഇറക്കണ്ടേ? 65 മൈൽ ദൂരത്തേക്ക് ഈ പെട്ടകം ചുമ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ വരില്ല. കാരണം നോക്കുകൂലി, അട്ടിമറിക്കൂലി, ആവശ്യപ്പെടുന്ന കൂലി, ഇല്ലാത്ത കൂലി, ഉള്ള കൂലി എല്ലാം കൂടെ ചോദിച്ച് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണി ചെയ്യരുത്. അപ്പച്ചൻ പറഞ്ഞു, മക്കളെ ഞാൻ ഈ മഴയെക്കുറിച്ച് 100 കൊല്ലമായി ഞാൻ പ്രസംഗിക്കുകയാണ്. നിങ്ങളാരും എൻ്റെ പെട്ടകം 65 മൈൽ ദൂരത്തേക്ക് ചുമക്കാൻ നിങ്ങൾ വരണ്ട. കടലിൽ കിടക്കുന്ന വെള്ളത്തെ നീരാവിയായി പൊക്കിയെടുത്ത് കാർമേഘത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു നിർത്തി ഒരു വടതിക്കാറ്റും തെന്നിക്കാറ്റും ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും വേണ്ടി വന്നാൽ ഈശാനമൂലം കാറ്റുമടിപ്പിച്ച് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ഇടിവെട്ടി പെയ്യുന്ന ഇടവപ്പാതി കണക്കെ, തുള്ളിക്കൊരു കുടം പെയ്യുന്ന തുലാവർഷമെന്ന കണക്കെ മഴ പെയ്ത് രാവും പകലും പെയ്ത് താഴ്വരയെ വെള്ളം കൊണ്ട് നിറച്ച് എന്റെ പെട്ടകത്തെ ഉയർത്തി അരരാത്തിലെത്തിക്കുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് നോഹ വിശ്വസിച്ചതുപോലെ ഇന്ന് പകൽ ഞങ്ങളെ കട്ടപ്പന ദേശത്തോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഈ പെട്ടകം ക്രിസ്തുവിന് നിഴലാണ്. ഈ പെട്ടകം ദൈവസഭയ്ക്ക് നിഴലാണ്. ഗോഫർ മരം മുറിച്ചത് താഴ്വരയിലാണ്. ആശാരി ചവിട്ടി പിടിച്ചിരുന്ന് താഴ്വരയിലാണ്. പെൻസിൽ കൊണ്ട് പേന കൊണ്ട് കുറിച്ചത് മുറിച്ചത് താഴ്വരയിലാണ്. ഈർച്ചവാൾ കൊണ്ട് അറുത്തത് താഴ്വരയിലാണ്. കീലും പശയും ഇട്ടത് താഴ്വരയിലാണ്. ചുറ്റിക കൊണ്ട് അടിച്ചത് താഴ്വരയിലാണ്. മർദ്ദനമുറകൾ താഴ്വരയിലാണ്. സകല പങ്കപ്പാടുകളും താഴ്വരയിലാണ്. പക്ഷെ പെട്ടകം ഉറച്ചത് താഴ്വരയിലല്ല, ഉയരത്തിലാണ്. ക്രിസ്തുവിനും ക്രിസ്തുവിനെ പിൻപറ്റുന്ന ദൈവസഭയ്ക്കും നിന്നയുള്ളത് ഈ കട്ടപ്പനയിലാണ്. രോഗമുള്ളത് ഈ ശരീരത്തിനകത്താണ്. പ്രയാസങ്ങളുള്ളത് ഇവിടുത്തെ പ്രതിബന്ധങ്ങൾ കൊണ്ടാണ്. പക്ഷേ ഞങ്ങൾ ഉറയ്ക്കുന്ന കട്ടപ്പനയിലല്ല, ഞങ്ങൾ ഉറയ്ക്കുന്ന കേരളത്തിന്റെ മണ്ണിലല്ല, ഏഷ്യ ഭൂഖണ്ഡത്തിലല്ല. ഒരുത്തനും കയ്യെത്തിപ്പിടിക്കുവാൻ കഴിയാത്ത അരരാപ്പിന്റെ മുകളിൽ നമ്മെ ഉറപ്പിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവത്തെ ഒന്ന് കരമടിച്ച ദൈവത്തെ സ്തുതിക്കട്ടെ. നോഹയെ സമ്മതിക്കണം. സ്വർഗത്തിലെങ്ങാനും ചെല്ലാൻ ഭാഗ്യമുണ്ടായാൽ 2 പൂമാല ഇട്ട് കൊടുക്കാൻ ഞാൻ പെർമിഷൻ ചോദിക്കുമെന്ന് പറയാറുണ്ട്. ഒന്ന് ഹാനോക്കിന്, അത് കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ച്. ഒന്ന് ഈ പുള്ളിക്ക്, ആർക്ക്? നോഹയപ്പച്ചന്. കാരണം ഏകദേശം 100 കൊല്ലം ഇങ്ങേര് പ്രസംഗിച്ചെന്നാണ് എൻ്റെ ഒരു ഊഹം. എൻ്റെ പൊന്നു, ഒരു വിഷയം 100 കൊല്ലമൊക്കെ പ്രസംഗിക്കുന്ന ആർക്ക് പറ്റും ഭാഷന്മാരെ? ഞാനിപ്പോൾ എന്തോ പ്രസംഗിക്കുന്നത്? അന്ത്യകാലം, നോഹയുടെ കാലം. നിങ്ങൾ വിചാരിച്ചു ഈ പുള്ളി കൊള്ളാമല്ലോ, സന്നിപ്പാസേ അടുത്ത കൊല്ലവും കൂടെ പുള്ളിയെ വിളിക്ക്. ഞാൻ വന്നിച്ച് പറഞ്ഞു, ഇന്നും എൻ്റെ വിഷയം അന്ത്യകാലം. അപ്പം നിങ്ങൾ വിചാരിച്ചു ഇത് കഴിഞ്ഞ കൊല്ലം പ്രസംഗിച്ചതാണല്ലോ, ഏതായാലും വന്നതല്ലേ, അൽഷിമേഴ്സ് രോഗം വല്ലതും പിടിച്ച് കാണും, വന്നേച്ച് പോട്ടെ. 3-ാമത്തെ കൊല്ലവും വിളിച്ചു. ഞാൻ 3-ാമത്തെ കൊല്ലം വന്നിച്ച് പറഞ്ഞു, ഇന്നും എൻ്റെ പ്രസംഗ വിഷയം അന്ത്യകാലം. ഒരു കാര്യം തീരുമാനിക്കാം, കട്ടപ്പന ഉണർവിലേക്കുള്ള എൻ്റെ വരവിൻ്റെ അന്ത്യകാലമായിരിക്കും അത്. മേലാൽ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരികയില്ല. യൂട്യൂബിലൊക്കെ എൻ്റെ പ്രസംഗം കേട്ട, ഈ നോഹയുടെ കാലം പോലെ കേട്ടവർ
ഇരിക്കുന്ന ഇരിപ്പ് കണ്ടറിയാം, ഞങ്ങൾ കേട്ടതാണ്. കണ്ടോ, ഒരു പ്രസംഗം ആവർത്തിച്ച് കേൾക്കാൻ താല്പര്യമില്ല നമ്മുടെ ആളുകൾക്ക്. പ്രിയപ്പെട്ടവർ, 10-15 കൊല്ലം മുൻപ് എന്താ രാഷ്ട്രീയക്കാരൻ്റെ പ്രസംഗം? കസ്തൂരി രംഗൻ, കട്ടപ്പനയൊക്കെ ഇളകിയില്ലേ? എന്താ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, ജീവിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റത്തില്ലയോ, അതായിരുന്നു ഒരു കാലത്തെ വിഷയം. ആണ്ട് അടുത്ത 5 കൊല്ലം കഴിഞ്ഞപ്പോൾ സരിതയും സാരിത്തുമ്പും എന്നോ വിപ്ലവമായിരുന്നു. പിന്നെ സ്വപ്നയും സുരേഷും വന്നെങ്കിലും വേണ്ടതുപോലെ പിടിച്ചിളക്കാൻ പറ്റിയില്ല. ആണ്ട് പാലക്കാടും വയനാടും വടക്കഞ്ചേരിയും കഴിഞ്ഞു. എന്തിനാണ് പ്രിയങ്കാന്തി ഇവിടെ വരുന്നത്? സരിൻ എന്തിനാ CPM മത്സരിക്കുന്നത്? ആണ്ട് ഇവിടെ എന്തിനാണ് മറ്റേ പുള്ളിക്കാരൻ വരുന്നത്? അതൊക്കെ ചൂടേറിയ ചർച്ചയായിരുന്നത്. ആണ്ട് ഇപ്പം മുനമ്പത്തെ ആളുകൾ പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണെന്ന്. ഇറച്ചി തിന്നാമോ തിന്നാൻ പാടിയ വിഷയമാണെന്ന്. ഓരോ 5 കൊല്ലം കഴിയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ വിഷയം മാറണം. നിലനിൽക്കണമെങ്കിൽ പഴയ വിഷയം സരിത പറഞ്ഞാൽ ഇവിടെ വോട്ട് കിട്ടത്തില്ലെന്ന്, സ്വപ്ന പറഞ്ഞാൽ കാര്യം നടക്കുക ഇല്ലെങ്കിൽ പുതിയ വിഷയം ഉണ്ടാക്കുമല്ലോ. ഞങ്ങളെ കണ്ടു പഠിക്കുന്നു. എന്നാ കാര്യം എന്നറിയാമോ? ഞങ്ങൾക്ക് വിഷയം മാറ്റമില്ല. ജോയി പാറക്കൽ പ്രസംഗിച്ചാലും കുര്യാക്കോസ് കുടക്കച്ചട പ്രസംഗിച്ചാലും ഏത് പാസ്റ്റർമാർ പ്രസംഗിച്ചാലും മുഴുവൻ പേര് ഞങ്ങൾ പാടിയാലും 21 നൂറ്റാണ്ട് മുൻപ് ഞങ്ങൾ എന്താണോ പ്രസംഗിച്ചത്, ആരെയാണോ പ്രസംഗിച്ചത്, അവരെ ഞങ്ങൾ മാറ്റി പറയില്ല. ഞങ്ങൾക്ക് വേറെ ഒരു ദൈവമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു, കൂറുമാറുന്നു. സത്യം പറഞ്ഞാൽ നാട്ടുകാരോട് ചോദിച്ചു വേണം പാർട്ടി മാറാൻ. കാരണം ഈ പാർട്ടിക്ക് വേണ്ടിയല്ലേ വോട്ട് ചെയ്ത്. അയാൾ കൂറുമാറുന്നു, കൊടിയുടെ നിറം മാറുന്നു എന്ന്. പക്ഷേ ഞങ്ങളുടെ നേതാവിൻ്റെ പ്രത്യേകത, അവൻ മണ്ഡലം മാറില്ല. 10 കിലോ കുമ്മായം പാതിരാത്രിയിൽ നീറ്റിയെടുത്ത് ആരാണ്ടിന്റെ മതിൽ പതുകിയത് എഴുതുന്ന, ഇടവപ്പാതിക്ക് ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ മതിലിൽ നിന്നും മാഞ്ഞു പോകുന്ന ഒരു കൂഴച്ചക്കട കൂഞ്ഞിന്റെ വിലയില്ലപ്പ ഒരു നേതാവിനെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ നിൽക്കുന്ന. നേതാക്കന്മാർക്ക് വിലയില്ലെന്നല്ല ഞാൻ പറഞ്ഞ, പക്ഷേ ഇങ്ങനെ കാണിക്കുന്ന മറുകണ്ഠം ചാടുന്ന ആ നേതാവിനെ പ്രസംഗിച്ച് ഞങ്ങൾ നിൽക്കുന്ന, മറിച്ച് മതിലിൽ എഴുതാത്തൊരു നാമം, നീറ്റിയെടുത്ത കക്ക കൊണ്ട് എഴുതാത്തൊരു നാമം, ചങ്കിലെ ചോര കൊണ്ട് മനസ്സിൽ ചാലിച്ചൊരു നാമം, അകത്ത് കയറ്റിയ കാലം മുതൽ ഇന്ന് വരെ ഞങ്ങൾ പുറത്തേക്ക് വിടാത്തൊരു നാമം. ഞങ്ങളെ അറസ്റ്റ് ചെയ്താലും കാരാഗ്രഹത്തിനകത്തിട്ടാലും ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗം ഇവിടെ ജീവിക്കുമെന്ന്, ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇവിടെ ജീവിക്കുമെന്ന് ഈ രാത്രി ഉറക്കെ പറയട്ടെ. ഇവനൊപ്പം പറയാൻ ഒരാളില്ല. സ്തോത്രം. അതാ നോയുടെ പ്രസംഗത്തിന്റെ ഒറ്റ വിഷയമാണെന്ന്, നേതാവിന് മാറ്റമില്ലെന്ന്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്വഭാവനത്തിലേക്ക് വരണമല്ലോ. 10 മിനിറ്റും കൂടെയുണ്ട്. നോഹയുടെ പ്രസംഗത്തിന്റെ ആരും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടെന്നാ ഞങ്ങൾ പ്രസംഗം നിർത്തുന്നുണ്ടോ? ഇതൊരു നോട്ടീസ് അടിച്ചതാ. കട്ടപ്പന മുഴുവൻ നിരങ്ങി കാണും തണ്ണി പാസ്റ്റ് വരണമെന്നും പറഞ്ഞു. ഇല്ലേ? നമ്മളെന്തോരും നമ്മൾ കൊടുത്ത പറഞ്ഞ ആളനുസരിച്ച് ഈ ഓഡിറ്റോറിയം പോരല്ലോ. എന്നിട്ടും തണ്ണി പാസ്റ്റക്ക് വല്ല മടുപ്പുണ്ടോ? ഇനിയും നടത്തുമായിരിക്കും. നടത്തുകയില്ലേ? ഇനിയും നടത്തുമെന്ന്. ഇരിപ്പ് കണ്ടാൽ നടത്തുകയില്ലെന്ന് തോന്നിയാലും ഇത് കഴിയുമ്പം പിന്നെയും ജീവിക്കും. കടമാണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ ഇത് കഴിയുമ്പം പറയും അടുത്ത യോഗം അടുത്ത കൊല്ലമുണ്ട്. ഇതൊക്കെ പറയുമെങ്കിലും എവിടെയെങ്കിലൊക്കെ ദൈവം തമ്പുരാൻ വഴി തുറക്കുമെന്നേ. മടുക്കത്തില്ലെന്ന് ഈ പറഞ്ഞത്. സ്തോത്രം. മുന്നോട്ട് പോകട്ടെ പ്രിയ. അതുകൊണ്ട് നോഹയുടെ പ്രസംഗത്തിന്റെ പ്രത്യേകത മടുപ്പില്ലാതെ യേശുവിനെ പ്രസംഗിച്ചെന്നുള്ളത്. ശ്വാസം മടുക്കത്തില്ലെങ്കിൽ, ഇവിടുത്തെ ചോറും ഗോതമ്പും മടുക്കത്തില്ലെങ്കിൽ, ദിവസവും കുളിക്കുന്നും പല്ല് തേക്കുന്നും മടുക്കത്തില്ലെങ്കിൽ, അതെല്ലാം പുതിയ ആരോഗ്യം നിനക്ക് തരുമെങ്കിൽ, പതിറ്റാണ്ടുകളായി ഞങ്ങൾ പറയുന്നത് യേശുവിനെ ഒരു മായം കലർത്തിയല്ല പറയുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ ഉറക്കെ ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾക്കിത് മടുത്തിട്ടില്ല. മടുപ്പില്ലാത്തൊരു സുവിശേഷമാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ് ഞങ്ങൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളൊക്കെ ഈ പെട്ടകത്തിൽ കയറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങളാരും നിങ്ങളുടെ സഭയെ വരത്തില്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ നിർത്തുകയില്ല. കാരണം ഈ പെട്ടകത്തിൽ കയറിയത് ആരാ നിങ്ങൾക്കറിയാമോ? നോഹയും കുടുംബവും. ദൈവത്തിന് സ്തോത്രം. കട്ടപ്പനക്കാരും മുഴുവൻ പെട്ടകത്തിൽ കയറണമെന്ന ആഗ്രഹം. നിങ്ങൾ കയറിയില്ലാന്ന് കരുതി ഞങ്ങൾ കയറുകയില്ല നിങ്ങൾ പറയരുത്. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ നദിക്കക്കരെ വെച്ച് ആരാധിച്ച ദൈവത്തെ ആരാധിച്ചോ, പക്ഷെ ഞാനും എൻ്റെ കുടുംബമോ ഈ നാട് മുഴുവൻ രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾ നിത്യതയിൽ പോകുമെന്ന് ഉറപ്പുള്ളവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്.
അവസാനം അങ്ങോട്ട് പറഞ്ഞ അവസാനം വാതിൽ അടച്ചു. പെട്ടകം മേലെത്തിട്ട് വാതിൽ അടച്ചു. അതിട്ട് പറഞ്ഞു നമ്മൾ നിർത്താം. വാതിൽ അടച്ചു. എന്തോ വാതിൽ അടച്ചെന്നായി പറയുന്നത്? പെട്ടകത്തിൻ്റെ പണി ദൈവത്തിൻ്റെ പ്ലാനാണ്. നോഹയുടെ മേൽനോട്ടമാണ്. പണിതത് ആശാരിയാണ്. കീറിയതും മുറിച്ചതും നേരത്തെ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ആശാരിയാണ്. വാതിൽ വെച്ചതും ഈ പുള്ളിയാണ്. വാതിലിന്റെ വിജാഗിരി വെച്ചതും അവനാ. അടയ്ക്കാമോ തുറക്കാമോ നോക്കിയതും അവൻ തന്നെയാ. പക്ഷേ അടച്ചത് അവനല്ല. അടച്ചത് നോഹയുമല്ല. അടച്ചത് യഹോവയായ ദൈവമാണ്. പെട്ടകത്തിന്റെ വാതിലടച്ചത്. കട്ടപ്പന ദേശനിവാസികളെ, ഞങ്ങൾ പറയുന്ന പെട്ടകം ക്രിസ്തുവാണെങ്കിൽ, ഞങ്ങൾ പറയുന്ന പെട്ടകം ദൈവസഭയാണെങ്കിൽ, ഞങ്ങൾ പറയുന്ന പെട്ടകം നിത്യതയാണെങ്കിൽ, ആ സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ആരാണ് ആ വാതിൽ എന്നറിയാമോ നിങ്ങൾക്ക്? ഞാനാണ് വാതിൽ എന്ന് പറഞ്ഞവനാണ് ആ വാതിൽ. ആ പെട്ടകം കൃപയുടെ പെട്ടകമാണെങ്കിൽ, ആ കൃപയുടെ സുവിശേഷമാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ നിങ്ങൾ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാതിൽ രണ്ട് കാര്യമേ ചെയ്യൂ. ഒന്ന് അടയ്ക്കുക, ഒന്ന് തുറക്കുക. തുറന്നു കിടക്കുന്ന വാതിൽ അടയ്ക്കാനൊക്കില്ല. അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറക്കാനും ഒക്കില്ല. 2000 വർഷമായി കുത്തിയ പങ്കപ്പാടുകൾ, മുറിഞ്ഞ മുറിപ്പാടുകൾ യേശു അടച്ചിട്ടില്ല. യേശു ഇന്ന് രാത്രിയും നിങ്ങളോട് പറയുന്നു, വന്ന് എൻ്റെ വിലാപ്പുറത്ത് കൈയിട്ട് നോക്കുക, ഞാനിത് അടച്ചിട്ടില്ല. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നപ്പോൾ യേശു പറഞ്ഞു, 1 മിനിറ്റ് അവിടെ നിന്നില്ല, ഇപ്പൊ വരാം. താഴെ പോയ കാതെടുത്ത് മർക്കോസിന്റെ കാതിൽ ഒട്ടിച്ചു വെച്ചു പറഞ്ഞു, ഇനി അറസ്റ്റ് ചെയ്തോളാൻ. അറസ്റ്റ് ചെയ്യാൻ വരുന്നവന്റെ കാത് വരെ ഒട്ടിക്കാൻ യേശുവിന് കഴിയും. പക്ഷെ 21 നൂറ്റാണ്ടായി അവന്റെ മുറിവ് അവൻ അടച്ചിട്ടില്ല. എന്താ കാര്യമെന്നറിയാമോ? നീ സ്വർഗത്തിൽ കയറാൻ ഈ വാതില്ലാതെ വേറെ വാതിലില്ല. അതുകൊണ്ട് അത് അടയ്ക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ വാതിൽ അടയ്ക്കാൻ സന്നിപ്പാർശക്ക് അവകാശമില്ല, എനിക്ക് അവകാശമില്ല. ഞങ്ങളെല്ലാം പറയുന്നത് ഈ വാതിൽ തുറന്നു കിടക്കുന്ന ഒരു മുന്നറിയിപ്പ് തരാം. കൃപയുടെ വാതിൽ അധിക നാൾ തുറന്നു കിടക്കുകയില്ല. ലോകമാകുന്ന കപ്പൽ ഇതാ മുങ്ങുവാൻ താഴുവാൻ തുടങ്ങുകയാണ്. സഹോദരരെ, നിങ്ങൾ കോടി വന്നാൽ ഈ പെട്ടകത്തിൽ പ്രവേശിക്കാം. കൃപയുടെ വാതിൽ അടയാനായി പോവുകയാണ്. ഇന്ന് രാത്രി കഞ്ഞി കുടിച്ച് കിടക്കുന്നതിന് മുൻപ്, കണ്ണടച്ച് പോകുന്നതിന് മുൻപ് ഉറവിടമായ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് പോയെങ്കിൽ മാത്രമേ നിത്യതയിൽ ചെല്ലാനൊക്കത്തുള്ളൂ. കൃപയുടെ വാതിൽ അടയാറായി.